റോമർക്കെഴുതിയ ലേഖനം. റോമർ അധ്യായം 1. ക്രിസ്തുയേശുവിന്റെ ദാസനായ പൗലോസ് എഴുതുന്നത്: എന്നെ ഒരപ്പോസ്തലനാകാൻ ദൈവം വിളിച്ചു. ദൈവത്തിന്റെ സുവിശേഷം എല്ലാ ജനങ്ങളെയും അറിയിക്കുവാൻ എന്നെ തിരഞ്ഞെടുത്തു. ദൈവം പ്രവാചകരിലൂടെ ഈ സുവിശേഷം അവന്റെ ജനങ്ങൾക്ക് നൽകാൻ വളരെ പണ്ട് തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. തിരുവെഴുത്തുകളിൽ ആ വാഗ്ദാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ് ആ സുവിശേഷം. ദാവീദിന്റെ കുടുംബത്തിലാണ് ഒരു വ്യക്തി എന്ന നിലയിൽ അവൻ ജനിച്ചത്. പക്ഷേ യേശു ദൈവപുത്രനാണെന്ന് പരിശുദ്ധാത്മാവിലൂടെ സ്പഷ്ടമാക്കി. മരണത്തിൽ നിന്നും ഉയർത്തിയ ശക്തിമത്തായ പ്രവർത്തനം വഴി അവൻ ദൈവപുത്രനാണെന്ന് വെളിവായിരിക്കുന്നു. ദൈവം ക്രിസ്തുവിലൂടെ ഒരു അപ്പോസ്തലന്റെ ജോലി എനിക്ക് നൽകി. സകല രാജ്യങ്ങളിലുമുള്ള ജനങ്ങളെ ദൈവവിശ്വാസത്തിലേക്കും ദൈവവിധേയത്വത്തിലേക്കും നയിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ജോലി ഏൽപ്പിച്ചത്. ഞാനാകട്ടെ ക്രിസ്തുവിനു വേണ്ടി ഈ പ്രവൃത്തി ചെയ്യുന്നു. റോമിലുള്ള നിങ്ങളും യേശുക്രിസ്തുവിൻ്റേതാകാൻ ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. തന്റെ വിശുദ്ധ ജനമാകാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന റോമിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ കത്ത്. ദൈവം സ്നേഹിക്കുന്ന ജനങ്ങളാണ് നിങ്ങൾ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തുവിലൂടെ എന്റെ ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. നിങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി സമസ്ത ലോകവും വിളംബരം ചെയ്യുന്നതിനാൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങളെ ഓർമ്മിക്കും. ഇത് സത്യമാണെന്ന് ദൈവത്തിനറിയാം. അവന്റെ പുത്രന്റെ സുവിശേഷത്തെപ്പറ്റി ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എത്താനുള്ള അനുമതിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കും. നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങളെ ശക്തരാക്കാൻ ചില ആത്മീയ വരം നൽകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പരസ്പരം സഹായിക്കണമെന്ന ആഗ്രഹമാണ് ഞാൻ ഇവിടെ ലക്ഷ്യമാക്കുന്നത്. സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ സമീപമെത്താൻ ഞാൻ പലതവണ ഒരുങ്ങിയതാണ് എന്ന കാര്യം നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ നിങ്ങളുടെ അടുത്തു വരാൻ എനിക്ക് അനുമതി ലഭിച്ചില്ല. ആത്മീയ അഭിവൃദ്ധിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുള്ളതുകൊണ്ട് അവിടെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശേഷം ജാതികളെ സഹായിച്ചതുപോലെ നിങ്ങളെയും സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് യവനന്മാരോടും യവനന്മാരല്ലാത്തവരോടും വിജ്ഞാനികളോടും ഭോഷന്മാരോടും എല്ലാവരോടും കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, ആദ്യം യഹൂദനും പിന്നെ ജാതികൾക്കും രക്ഷിക്കപ്പെടുവാൻ ദൈവം ഉപയോഗിക്കുന്ന ശക്തിയാണത്. ദൈവം ജനങ്ങളെ നീതീകരിക്കുന്നതെങ്ങനെയെന്ന് സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ നീതീകരണത്തിനുള്ള വഴി ആദ്യം മുതൽ അവസാനം വരെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നത് പോലെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ എന്നേക്കും ജീവിക്കും. ദൈവകോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു. ജനങ്ങൾ ദൈവത്തിനെതിരായി അനുവർത്തിക്കുന്ന എല്ലാ ദുഷ്ടതയിലും വീഴ്ചയിലും ദൈവം കോപേക്ഷനാണ്. അവർക്ക് സത്യം അറിയാമെങ്കിലും അവരുടെ ദുഷ്ടജീവിതം സത്യത്തെ മറയ്ക്കുന്നു. ദൈവത്തെപ്പറ്റി അറിയാവുന്നതെല്ലാം അവർക്ക് വ്യക്തമായിട്ടും അവർ സത്യത്തെ മറച്ചുവെക്കുന്നതിനാൽ ദൈവം ക്രോധം പ്രകടിപ്പിക്കുന്നു. ദൈവം തന്നെ സംബന്ധിച്ചതെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. നിത്യമായി നിലനിൽക്കുന്ന ശക്തിയും ദൈവിക മഹത്വവും തുടങ്ങി അദൃശ്യ ഗുണങ്ങളും ദൈവികമായ സകലതും ദൈവത്തിനുണ്ട്. പക്ഷേ ലോകാരംഭം മുതൽക്കേ അത്തരം കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനും ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ജനങ്ങൾക്ക് ഒഴികഴിവില്ല. മനുഷ്യർക്ക് ദൈവത്തെ അറിയാമെങ്കിലും അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ അവനോട് നന്ദി പറയുകയോ ചെയ്തില്ല. അവരുടെ ചിന്ത നിഷ്പ്രയോജനമായി പാപാന്ധത അവരുടെ മൂഢ മനസ്സുകളിൽ നിറഞ്ഞിരിക്കുന്നു. അവർ ബുദ്ധിമാന്മാരാണെന്ന് അവകാശപ്പെടുന്നെങ്കിലും മൂഢന്മാരായിരിക്കുന്നു. അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം അവർ കൈവിടിഞ്ഞിരിക്കുന്നു. ഭൂവാസികളുടെ ഇടയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളെ നമസ്കരിക്കാൻ ആ മഹത്വത്തെ അവർ കൈമാറ്റം ചെയ്തു. പക്ഷികളെയും നാൽക്കാലികളെയും
ഇഴജന്തുക്കളെയും പോലുള്ളവയ്ക്കായി ദൈവമഹത്വം വിൽക്കപ്പെട്ടു. ജനങ്ങളിലാകമാനം തിന്മയാണ്, തിന്മ ചെയ്യാൻ മാത്രമാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് ദൈവം അവരെ ഉപേക്ഷിക്കുകയും അവരുടെ ദുർമാർഗങ്ങളിലൂടെ പോകാൻ വിടുകയും ചെയ്തു. അങ്ങനെ അവർ സ്വന്തം ശരീരങ്ങളെ ലൈംഗിക പാപങ്ങൾ ചെയ്തുകൊണ്ട് അധപതിപ്പിക്കുകയും ചെയ്തു. അവർ ദൈവത്തെക്കുറിച്ചുള്ള സത്യം അസത്യത്തിന് കൈമാറ്റം ചെയ്തു. അവർ സൃഷ്ടിക്കപ്പെട്ടതിനെ നമസ്കരിക്കുകയും സേവിക്കുകയും ചെയ്തു. എന്നാൽ അവർ സൃഷ്ടാവായ ദൈവത്തെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്തില്ല. എന്നെന്നും ദൈവം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ഇക്കാരണത്താൽ ദൈവം അവരെ ഉപേക്ഷിക്കുകയും അവർ അനുവർത്തിക്കാൻ ആഗ്രഹിച്ച ലജ്ജാകരമായ വികാരങ്ങളിലേക്ക് വിട്ടൊഴിയുകയും അവരുടെ സ്ത്രീകൾ പുരുഷന്മാരുമായി പ്രകൃത്യാനുസരണമായുള്ള ലൈംഗിക വീഴ്ച മതിയാക്കി മറ്റു സ്ത്രീകളുമായി ലൈംഗിക ബന്ധം സ്ഥാപിച്ചു. ഇതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള നൈസർഗിക ബന്ധം ഉപേക്ഷിച്ച് എപ്പോഴും അവർ കാമാഗ്നിയിൽ എരിഞ്ഞ് പരസ്പരാസക്തി പുലർത്തി. പുരുഷന്മാർ പരസ്പരം ലജ്ജാകരമായ വീഴ്ചകളിൽ ഏർപ്പെട്ടു. അവരുടെ ദുഷ്പ്രവൃത്തികൾക്കുള്ള ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുകയും ചെയ്തു. ദൈവത്തെക്കുറിച്ച് സത്യസന്ധമായ അറിവുണ്ടായിരിക്കണമെന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അവർ ചിന്തിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരെ തള്ളുകയും അവരുടേതായ വ്യർത്ഥ ചിന്തകളിൽ മുഴുകാൻ കൈവിടുകയും ചെയ്തു. അങ്ങനെ അവർ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തു. അവർ എല്ലാ തരത്തിലുമുള്ള തിന്മയും ദുഷ്ടതയും സ്വാർത്ഥതയും ദ്വേഷവും ഉള്ളവരായി തീർന്നു. അവരിൽ അസൂയയും കൊലപാതകവും കലഹവും വഞ്ചനയും വിദ്വേഷവും നിറഞ്ഞു നിന്നു. അവർ പരദൂഷണവും കുശുകുശുപ്പും നടത്തി. അവർ ദൈവവിരോധികളും ധിക്കാരികളും ദുരഭിമാനികളും ആത്മപ്രശംസ നടത്തുന്നവരുമായി ദുഷ്ടത ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തി മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി. അവർ ഭോഷന്മാർ, തങ്ങളുടെ പ്രതിജ്ഞ പാലിക്കാത്തവർ, അന്യരോട് ദയയോ കാരുണ്യമോ ഇല്ലാത്തവർ. അവർക്ക് ദൈവനീതി അറിയാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണെന്ന ദൈവകൽപ്പന അവർക്കറിയാം. എന്നിട്ടും അവർ തങ്ങളുടെ ദുഷ്ടകൃത്യങ്ങൾ തുടരുക മാത്രമല്ല, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ ശരിവയ്ക്കുകയും ചെയ്യുന്നു. റോമർ അധ്യായം 2. മറ്റുള്ളവരെ വിധിക്കരുത്, കാരണം നിങ്ങളും പാപം കൊണ്ട് അപരാധികളാണ്. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അവർ ചെയ്യുന്ന അതേ തെറ്റുകൾ നിങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരെ വിധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റിനെ തന്നെയാണ് വിധിക്കുന്നത്. അത്തരം തെറ്റ് ചെയ്യുന്നവരിൽ ദൈവത്തിന്റെ വിധി ന്യായം പ്രവർത്തിക്കുന്നത് ശരിയാണെന്ന് നമുക്കറിയാം. പാപികളെ വിധിക്കുകയും അതേ പാപം ചെയ്യുകയും ദൈവനീതിയെക്കുറിച്ച് അറിയുകയും ചെയ്യുന്ന നിങ്ങൾ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ദൈവം നിങ്ങളോട് വളരെ കരുണയുള്ളവനാണ്. അവൻ നിങ്ങളുടെ നേർക്ക് ക്ഷമ കാണിക്കുന്നു. നിങ്ങളുടെ മാറ്റത്തിനു വേണ്ടി അവൻ കാത്തിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അവന്റെ കാരുണ്യത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ മാനസാന്തരത്തിന് കാത്തിരിക്കാൻ തക്കവണ്ണം അത്രമേൽ കരുണാമയനാണ് ദൈവം എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിവില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ കഠിനഹൃദയരും ദുശാഠ്യക്കാരുമാണ്. പശ്ചാത്താപത്തിന് വിധേയരാകാൻ മടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ വീണ്ടും പെരുപ്പിക്കുന്നു. ദൈവം തന്റെ കോപം വെളിവാക്കുന്ന ദിവസം ആ ശിക്ഷ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ആ ദിവസം മനുഷ്യർ ദൈവത്തിന്റെ ശരിയായ ന്യായവിധി കാണും. ഓരോ വ്യക്തിക്കും താൻ ചെയ്തവയ്ക്കുള്ള പ്രതിഫലമോ ശിക്ഷയോ ദൈവം നൽകും. ദൈവമഹത്വത്തിനും കീർത്തിക്കും നിത്യജീവനും വേണ്ടി ചിലർ ജീവിക്കും. എപ്പോഴും സൽപ്രവർത്തികൾ നിറഞ്ഞ ജീവിതത്തിനായി അവർ നിർബന്ധം പിടിക്കും. ദൈവം അവർക്ക് നിത്യജീവൻ നൽകും. മറ്റു ചിലർ സ്വാർത്ഥമതികളും സത്യാന്വേഷണത്തിൽ വിമുഖരുമാണ്. അവർ ദുഷ്ടതയെ പിന്തുടരും. ദൈവം തന്റെ ശിക്ഷയും കോപവും അവർക്ക് നൽകും. ദുഷ്ടത ചെയ്യുന്ന യഹൂദരും ജാതികളുമായ എല്ലാവർക്കും ദൈവം പ്രശ്നങ്ങളും കഷ്ടതകളും നൽകും. സൽപ്രവൃത്തികളിൽ ഏർപ്പെടുന്ന യഹൂദരും അല്ലാത്തവരുമായ എല്ലാവർക്കും അവൻ മഹത്വവും ബഹുമാനവും സമാധാനവും സമ്മാനിക്കും. ദൈവം എല്ലാവരെയും പക്ഷപാതരഹിതമായി വിധിക്കുന്നു. ന്യായപ്രമാണം ഉള്ളവരും അതില്ലാത്തവരും പാപം ചെയ്യുമ്പോൾ സമന്മാരുമാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തതിനാൽ പാപം ചെയ്യുന്നവർ നശിക്കും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്യുന്നവർ
ന്യായപ്രമാണം കൊണ്ട് വിധിക്കപ്പെടും. ന്യായപ്രമാണത്തെ പറ്റിയുള്ള കേട്ടറിവ് ആർക്കും നീതീകരിക്കപ്പെടുവാൻ സഹായകമാവുകയില്ല. ന്യായപ്രമാണം അനുശാസിക്കുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുമെങ്കിൽ അത് ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ സഹായിക്കും. ജാതികൾക്ക് ആ ന്യായപ്രമാണമില്ല. പക്ഷേ അവർ സ്വാഭാവികമായി ന്യായപ്രമാണം ആവശ്യപ്പെടും പോലെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ന്യായപ്രമാണം ഇല്ലെങ്കിലും അവർ തന്നെയാകും അവരുടെ ന്യായപ്രമാണം. തങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മ തിന്മകളെ അവർ വിവേചിച്ചറിയുന്നത് ന്യായപ്രമാണത്തിന് അനുസൃതമായ മട്ടിൽ തന്നെയാണ്. തെറ്റും ശരിയും അവർക്ക് അനുഭവവേദ്യമാകുന്ന വിധം അവർ പ്രകടിപ്പിക്കുന്നു. ചിലപ്പോൾ തങ്ങളുടെ പ്രവൃത്തികൾ തെറ്റാണെന്ന് അവരുടെ മനസ്സ് മന്ത്രിക്കുകയും അങ്ങനെ അവർക്ക് കുറ്റബോധം ഉളവാകുകയും ചെയ്യുന്നു. മറ്റു ചിലപ്പോൾ അവരുടെ മനസ്സ് തങ്ങളുടെ ചെയ്തികളെ ശരിവയ്ക്കുകയും അങ്ങനെ അവരെ കുറ്റബോധത്തിൽ നിന്നും വിമുക്തരാക്കുകയും ചെയ്യുന്നു. മനുഷ്യ മനസ്സിലെ രഹസ്യങ്ങളെ ദൈവം വിചാരണ ചെയ്യുന്ന ആ ദിവസം ഇതെല്ലാം നടക്കും. ഞാൻ മനുഷ്യരെ അറിയിക്കുന്ന സുവിശേഷമനുസരിച്ച് ദൈവം ക്രിസ്തുയേശു വഴി മനുഷ്യരെ വിധിക്കും. നിങ്ങളുടെ കാര്യം എങ്ങനെ? നിങ്ങൾ ഒരു യഹൂദനാണെന്ന് പറയുന്നു. നിങ്ങൾ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തോടടുത്തവരെന്നും നിങ്ങൾ പ്രശംസിക്കുന്നു. നിങ്ങൾ എന്തു ചെയ്യണമെന്നാണ് ദൈവം ആവശ്യപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ന്യായപ്രമാണം നിർദ്ദേശിച്ചിട്ടുള്ളതിന് പ്രകാരം പ്രധാന വസ്തുതകൾ നിങ്ങൾക്കറിയാം. വഴിയറിയാത്തവർക്ക് ഒരു വഴികാട്ടിയാണെന്ന് നിങ്ങൾ സ്വയം കരുതുന്നു. പാപത്തിന്റെ ഇരുട്ടിൽ അകപ്പെട്ടവർക്ക് വെളിച്ചമാണെന്നും നിങ്ങൾ വിചാരിക്കുന്നു. ഭോഷന്മാർക്കും എന്താണ് ശരിയെന്ന് എടുത്തു കാട്ടാൻ നിങ്ങൾക്കാകുമെന്ന് നിങ്ങൾ കരുതുന്നു. പക്വതയില്ലാത്തവർക്ക് നിങ്ങൾ അധ്യാപകനാണെന്ന് സ്വയം വിചാരിക്കുകയും ന്യായപ്രമാണം അറിയുന്നതുകൊണ്ട് എല്ലാം അറിയുന്നുവെന്നും സത്യം പൂർണ്ണമായും തനിക്ക് വെളിപ്പെട്ടുവെന്നും നിങ്ങൾ കരുതുന്നു. മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വയം പഠിച്ചുകൂടാ? മോഷ്ടിക്കരുതെന്ന് മറ്റുള്ളവരോട് പറയുന്ന നിങ്ങൾ സ്വയം മോഷ്ടിക്കുന്നു. വ്യഭിചരിക്കരുതെന്ന് അന്യരെ ഉപദേശിക്കുന്ന നിങ്ങൾ തന്നെ ആ പാപം ചെയ്യുന്നു. വിഗ്രഹങ്ങളെ വെറുക്കുന്ന നിങ്ങൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുകയും ആ ന്യായപ്രമാണം ലംഘിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് അപമാനം വരുത്തുന്നു. തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ യഹൂദർ മൂലം ജാതികളാൽ ദൈവം അവമതിക്കപ്പെടുന്നു. നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നുവെങ്കിൽ പരിച്ഛേദന ഗുണമുണ്ട്. മറിച്ച് നിങ്ങൾ ന്യായപ്രമാണം ലംഘിക്കുന്നുവെങ്കിൽ ആ പരിച്ഛേദന അഗ്രചർമ്മമാകും. പക്ഷേ പരിച്ഛേദന ചെയ്തിട്ടില്ലാത്ത ജാതികൾ ന്യായപ്രമാണം അനുശാസിക്കുന്നത് ചെയ്താൽ അവർ യഥാർത്ഥത്തിലും പരിച്ഛേദന ചെയ്തവരാകും. അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുസരിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ കുറ്റം വിധിക്കും. ശരീരം കൊണ്ട് മാത്രം യഹൂദനായവൻ യഥാർത്ഥത്തിൽ ഒരു യഹൂദനല്ല. ബാഹ്യമായി മാത്രമുള്ളതല്ല യഥാർത്ഥ പരിച്ഛേദന. ആന്തരികമായും യഹൂദനാകുന്നതോടുകൂടി മാത്രമാണ് ഒരുവൻ യഥാർത്ഥ യഹൂദനാകുന്നത്. ഹൃദയത്തിലാണ് ശരിയായ പരിച്ഛേദന നടക്കേണ്ടത്. അത് എഴുതപ്പെട്ട ന്യായപ്രമാണത്തിനൊത്തല്ല, ആത്മാവിലൂടെയാണ് നടക്കുക. ആത്മാവിലൂടെ ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റവന് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നുമാണ് പ്രശംസ ലഭിക്കുക. റോമർ അധ്യായം 3. മറ്റുള്ളവർക്ക് ഇല്ലാത്തതായി യഹൂദർക്ക് എന്ത് മേന്മയാണുള്ളത്? പരിച്ഛേദിതരായി എന്നതിന് എന്ത് ശ്രേഷ്ഠതയുണ്ട്? ഉണ്ട്, യഹൂദർക്ക് പല ആനുകൂല്യങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനം ഇതാണ്: ദൈവം അവന്റെ ഉപദേശങ്ങൾ യഹൂദരെ വിശ്വസിച്ചാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചില യഹൂദർ ദൈവത്തോട് വിശ്വസ്തത കാട്ടിയില്ല എന്നത് സത്യം തന്നെ. പക്ഷേ അത് വാഗ്ദാന പാലനത്തിൽ നിന്നും ദൈവത്തെ മാറ്റി നിർത്തുമോ? ഇല്ല. എല്ലാവരും നുണയന്മാരായാലും ദൈവം കേവലം സത്യമായി തുടർന്നുകൊണ്ടേയിരിക്കും. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുകയും വിധിക്കപ്പെടുമ്പോൾ നീ വിജയിക്കുകയും ചെയ്യട്ടെ. നാം തെറ്റ് ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ നീതിയെ കൂടുതൽ വെളിപ്പെടുത്തുന്നു. അതിനാൽ ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ അവൻ അന്യായമാണ് ചെയ്യുന്നതെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ചിലർക്ക് തോന്നിയേക്കാവുന്ന ഒരാശയം പറഞ്ഞു വന്നേ ഉള്ളൂ. ഇല്ല, ദൈവത്തിന് നമ്മെ ശിക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന് ലോകത്തെ വിധിക്കാനും സാധിക്കില്ല. ഒരുവൻ പറഞ്ഞേക്കാം, എന്റെ കാപട്യം ദൈവത്തിന്റെ സത്യത്തെ വെളിവാക്കുന്നതിനാൽ ഞാൻ അസത്യം പറയുമ്പോൾ
അത് ദൈവത്തിന് കൂടുതൽ മഹത്വം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ പിന്നെ എന്നെ ഒരു പാപിയെന്ന് എന്തിനു വിധിക്കണം? നന്മ നേടാൻ വേണ്ടി നമുക്ക് പാപം ചെയ്യാം എന്ന് പറയുന്ന പോലെയാണിത്. ഇത്തരം കാര്യങ്ങളാണ് നാം പഠിപ്പിക്കുന്നതെന്ന് ധാരാളം പേർ നമ്മെ വിമർശിച്ചു പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നവർ തെറ്റുകാർ മാത്രമല്ല, അവർ വിധിക്കപ്പെടണം. അതുകൊണ്ട് യഹൂദരായ നാം മറ്റുള്ളവരെക്കാൾ മേന്മയുള്ളവരാണോ? അല്ല. യഹൂദരും ജാതികളും തുല്യരാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എല്ലാവരും പാപികൾ തന്നെ. തിരുവെഴുത്തുകളിൽ പറയുന്നത് പോലെ പാപമില്ലാത്തവരായി ആരുമില്ല, ആരും കാര്യം ഗ്രഹിക്കുന്നവരായി ആരുമില്ല. ദൈവത്തെ കാണാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നവരും ആരുമില്ല. എല്ലാവരും വ്യതിചലിച്ചവരും വിലകെട്ടവരുമായി, നന്മ ചെയ്യുന്നവരായി ആരുമില്ല, ആരും. അവരുടെ കണ്ഠം ഒരു തുറന്ന ശവക്കല്ലറ പോലെ. അവർ തങ്ങളുടെ നാവ് അസത്യവാദത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ സർപ്പവിഷം പോലെ. അവരുടെ നാവ് നിറയെ ശാപവും വെറുപ്പുമാണ്. ദ്രോഹിക്കാനും കൊല്ലാനും അവർ എപ്പോഴും ഒരുക്കമാണ്. ചെല്ലുന്നിടത്തെല്ലാം അവർ നാശവും ദുഃഖവും വിതയ്ക്കുന്നു. അവർക്ക് ശാന്തിയുടെ മാർഗം അജ്ഞാതമാണ്. അവർക്ക് ദൈവത്തെ ഭയമോ ബഹുമാനമോ ഇല്ല. ന്യായപ്രമാണം ഇതെല്ലാം അനുശാസിക്കുന്നത് ന്യായപ്രമാണ വിധേയരായവരോടാണ്. ഇത് എല്ലാവരെയും ഒഴിവുകഴിവ് കണ്ടെത്തുന്നതിൽ നിന്നും തടയുകയും മുഴുവൻ ലോകത്തെയും ദൈവിക ന്യായവിധിക്ക് വിധേയമാക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ കേവലം നിയമം അനുസരിക്കുന്നത് കൊണ്ട് മാത്രം ഒരുവനും ദൈവത്തിന് മുന്നിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം നൽകുന്നത് എന്താണ്? പാപം എന്നറിവാണ്. എന്നാൽ ന്യായപ്രമാണം വഴിയല്ലാതെ മനുഷ്യരെ നീതീകരിക്കാൻ ദൈവത്തിന് ഒരു മാർഗമുണ്ട്. ഇപ്പോൾ ആ മാർഗമാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ന്യായപ്രമാണവും പ്രവാചകരും ഈ വഴിയെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം മനുഷ്യരെ അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി അവനിൽ നീതീകരിക്കുന്നു. ദൈവം ഇങ്ങനെ ചെയ്തത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. സകലരും സമന്മാരാണ്. പാപം ചെയ്യുക മൂലം സകലരും ദൈവമഹത്വത്തിന് നിരക്കാത്തവരായി. ജനങ്ങൾ ദൈവത്തിന്റെ കരുണയാൽ നീതീകരിക്കപ്പെട്ടു. ഇതൊരു സൗജന്യ സമ്മാനമാണ്. യേശുക്രിസ്തു വഴി പാപത്തിൽ നിന്നും നാം മോചിതരായിക്കൊണ്ടിരിക്കുന്നതിനാൽ ദൈവം നമ്മെ നീതീകരിക്കുന്നു. വിശ്വാസം കൊണ്ട് മനുഷ്യരുടെ പാപങ്ങളെ മറയ്ക്കുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് ദൈവം ക്രിസ്തുവിനെ നിയോഗിച്ചത്. ക്രിസ്തുവിന്റെ രക്തത്താലാണ് ദൈവം ഇത് ചെയ്തത്. ദൈവം എപ്പോഴും ഉചിതവും ശരിയായതുമാണ് ചെയ്യുന്നതെന്ന് ഇത് തെളിയിക്കുന്നു. പണ്ടുള്ളവർ ചെയ്ത പാപത്തിന് അവരെ ശിക്ഷിക്കാതെ ക്ഷമ പാലിച്ചത് വഴി ദൈവം തന്റെ മുൻകാല നിലപാട് ശരിയാണെന്ന് വെളിപ്പെടുത്തി. താൻ നീതിയുള്ളവനാണെന്ന് കാണിക്കാനായി ദൈവം ഇന്ന് ക്രിസ്തുവിനെ തന്നു. ശരിയായി വിധിക്കാനും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിനു മുമ്പിൽ മനുഷ്യരെ സന്മാർഗ നിരതരാക്കുവാനും ദൈവം ഇത് ചെയ്തു. അതുകൊണ്ട് നാം സ്വയം പുകഴ്ത്തുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇല്ലേ ഇല്ല. എന്തുകൊണ്ടില്ല? വിശ്വാസത്തിന്റെ മാർഗം എല്ലാത്തരം പുകഴ്ത്തലിനെയും ഒഴിവാക്കുന്നു, പ്രവൃത്തിയുടെ മാർഗമല്ല. കാരണം ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നത് വിശ്വാസം വഴിയാണ്, അല്ലാതെ നിയമം പാലിക്കാൻ വേണ്ടി അവൻ ചെയ്ത കാര്യങ്ങൾ വഴിയല്ല. അതാണ് നമ്മുടെ വിശ്വാസം. ദൈവം യഹൂദരുടെ മാത്രം ദൈവമല്ല, മറ്റുള്ള രാഷ്ട്രങ്ങളുടെയും ജാതികളുടെയും കൂടിയാണ്. ഒരു ദൈവമേ ഉള്ളൂ. ഈ ഒരു ദൈവം വിശ്വാസം വഴി യഹൂദരെയും വിശ്വാസം വഴി ജാതികളെയും നീതീകരിക്കും. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ന്യായപ്രമാണത്തെ നമുക്ക് നശിപ്പിക്കാമോ? പാടില്ല. യഥാർത്ഥത്തിൽ ന്യായപ്രമാണം അനുശാസിക്കുന്നത് വിശ്വാസത്തിലൂടെ നാം ചെയ്യുന്നുവെന്നേയുള്ളൂ. റോമർ അധ്യായം 4. നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാമിനെ കുറിച്ച് നമുക്കെന്തു പറയാം? വിശ്വാസത്തെക്കുറിച്ച് അവൻ എന്താണ് മനസ്സിലാക്കിയത്? അബ്രഹാം അവന്റെ പ്രവൃത്തി വഴിയാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ പുകഴ്ച പറയാൻ അവന് കാരണവുമുണ്ട്. പക്ഷേ ദൈവസമക്ഷം പുകഴ്ച പറയാൻ സാധിക്കില്ല. തിരുവെഴുത്തുകളിൽ കാണുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവം അബ്രഹാമിന്റെ വിശ്വാസം അംഗീകരിച്ചു. ഇത് അബ്രഹാമിനെ ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിച്ചു. ഒരുവൻ വേലയെടുത്തതിന് അവന് നൽകുന്ന കൂലി ദാനമല്ല, ആ കൂലി അവന് അർഹതപ്പെട്ടതാണ്. ഒരാൾക്കും അവന്റെ ന്യായീകരണം നേടാനൊക്കില്ല. ദൈവത്തിങ്കിൽ വിശ്വാസമർപ്പിക്കുന്ന ആളെ ദൈവത്തിന് മാത്രമേ ന്യായീകരിക്കാനാവൂ. ദുഷ്ടനെ പോലും ന്യായീകരിക്കാൻ ദൈവത്തിന് കഴിയും.
ദൈവികമല്ലാത്തതിനെ സാധൂകരിക്കുന്നവനും നിഷ്ക്രിയനെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനെ അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീതീകരിക്കുന്നത്. ദൈവമാണ് ദുഷ്ടരെ പോലും നീതീകരിക്കപ്പെടുവാൻ അർഹരാക്കുന്നത്. ദാവീദ് പറഞ്ഞതും ഇത് തന്നെ. ഒരുവന്റെ പ്രവൃത്തികളെ കണക്കിലെടുക്കാതെ അവനെ നല്ലവനായി ദൈവം സ്വീകരിക്കുമ്പോഴാണ് അവൻ സന്തുഷ്ടനാക്കുന്നത്. അപരാധങ്ങൾ ക്ഷമിക്കപ്പെടുകയും പാപം മറയ്ക്കപ്പെടുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ. പാപങ്ങൾ കണക്കിലെടുക്കാതെയുള്ള ഒരുവനെ ദൈവം സ്വീകരിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ അനുഗ്രഹീതൻ. പരിച്ഛേദനയേറ്റവർക്ക് മാത്രമേ സന്തോഷത്തിന് അർഹതയുള്ളൂ എന്നതാണോ? അതോ അഗ്രചരിമകൾക്കുമുണ്ടോ? ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ അംഗീകരിക്കുകയും ആ വിശ്വാസം അവനെ ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കുകയും ചെയ്തുവെന്ന് നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? പരിച്ഛേദനയ്ക്ക് മുമ്പോ പിമ്പോ ദൈവം അബ്രഹാമിനെ സ്വീകരിച്ചത്? പരിച്ഛേദനയ്ക്ക് മുമ്പാണ് ദൈവം അവനെ സ്വീകരിച്ചത്. ദൈവം തന്നെ സ്വീകരിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അബ്രഹാം പിന്നീട് പരിച്ഛേദന നടത്തിയത്. പരിച്ഛേദന ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ വിശ്വാസം വഴി ദൈവത്തിൽ നീതീകരിച്ചിരുന്നു. അതുകൊണ്ട് പരിച്ഛേദനയില്ലാത്ത വിശ്വാസികളുടെ പിതാവുമാണ് അബ്രഹാം. വിശ്വാസികളെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരെ പോലെ സ്വീകരിച്ചു. അതുപോലെ തന്നെ പരിച്ഛേദിതരുടെയും പിതാവാണ് അബ്രഹാം. പക്ഷേ അവരുടെ പരിച്ഛേദനയല്ല അബ്രഹാമിനെ അവരുടെ പിതാവാക്കിയത്. പരിച്ഛേദിതനാകും മുമ്പ് നമ്മുടെ പിതാവായ അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസം പിന്തുടർന്ന് ജീവിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അബ്രഹാം പിതാവാകുന്നത്. വിശ്വാസം വഴിയുള്ള നീതീകരണം കൊണ്ടാണ് അബ്രഹാമിനും സന്തതികൾക്കും ലോകത്തിന്റെ അവകാശം പൈതൃകമായി കിട്ടുമെന്ന വാഗ്ദാനം ലഭിച്ചത്, അല്ലാതെ ന്യായപ്രമാണം മൂലമല്ല. ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ന്യായപ്രമാണം പിന്തുടരുക വഴി ലഭ്യമാക്കുമെങ്കിൽ വിശ്വാസം വിലയില്ലാത്തതാണ്. അബ്രഹാമിനോട് ദൈവം നൽകിയ വാഗ്ദാനവും നിരർത്ഥകമാവും. കാരണം ന്യായപ്രമാണം അനുസരിക്കാതിരുന്നാൽ ദൈവകോപം വരുത്തിവെക്കാനേ ന്യായപ്രമാണത്തിന് കഴിയൂ. പക്ഷേ ന്യായപ്രമാണമില്ലെങ്കിൽ ലംഘിക്കാനും ഒന്നും ഉണ്ടാവുകയില്ല. വിശ്വാസമുണ്ടാകിയാൽ മനുഷ്യർക്ക് ദൈവത്തിൽ നിന്ന് വാഗ്ദാനം ലഭിച്ചു. ഇത് ഒരു സൗജന്യ സമ്മാനം പോലെയാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ മക്കൾക്കെല്ലാം ആ വാഗ്ദാനം ലഭിക്കാം. മോശയുടെ ന്യായപ്രമാണത്തിന് വിധേയരായിരിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല, അബ്രഹാമിനെ പോലെ വിശ്വാസത്തോടെ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ആ വാഗ്ദാനം. നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് അബ്രഹാം. തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ നിന്നെ പല ജനതകളുടെയും പിതാവാക്കി. ഇത് ദൈവത്തിന്റെ മുമ്പാകെ സത്യമാണ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും സംഭവിച്ചു കഴിഞ്ഞിട്ടില്ലാത്തതും എന്നാൽ സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിന് സന്തതികൾ ഉണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും പ്രത്യാശയോടെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് അവൻ അനേകം ജനതകളുടെ പിതാവായത്. പണ്ട് ദൈവം പറഞ്ഞിരുന്നു, നിനക്കു ധാരാളം സന്തതികൾ ഉണ്ടാകും എന്ന്. ഏതാണ്ട് 100 വയസ്സായ താൻ ശാരീരികമായി സന്താനോത്പാദനത്തിനുള്ള പ്രായം പിന്നിട്ടുവെന്നറിഞ്ഞിട്ടും സാറ വന്ധ്യയാണെന്ന് മനസ്സിലായിരുന്നിട്ടും ദൈവത്തിലുള്ള അവന്റെ വിശ്വാസം ക്ഷയിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദാനം ഫലിക്കുമോ എന്ന സംശയം അബ്രഹാമിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവന്റെ ദൈവവിശ്വാസത്തിന് ഒരിളക്കവും സംഭവിച്ചതുമില്ല. അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്തു. വാഗ്ദാനം നൽകിയതെല്ലാം നടത്താൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ സ്വീകരിച്ചു. അതിനാൽ അവൻ ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ടു. ഈ വാക്കുകൾ അബ്രഹാമിനു വേണ്ടി മാത്രം എഴുതപ്പെട്ടവയല്ല, അവ നമുക്കെല്ലാവർക്കും വേണ്ടിയും കൂടി എഴുതപ്പെട്ടവയാണ്. നമ്മളും വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മയും ദൈവം സ്വീകരിക്കും. നമ്മുടെ കർത്താവായ യേശുവിനെ മരണത്തിൽ നിന്നും ഉയർത്തിയ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. യേശു നമ്മുടെ പാപം മൂലമാണ് വധിക്കപ്പെട്ടത്. ദൈവസന്നിധിയിൽ നമ്മെ നീതീകരിക്കാനായി അവൻ ഉയർപ്പിക്കപ്പെട്ടു. റോമർ അധ്യായം 5. നമ്മുടെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവവുമായി രമ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നാം അനുഭവിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹീതമായ കൃപയിലേക്ക് ക്രിസ്തു നമ്മെ നമ്മുടെ വിശ്വാസം വഴി എത്തിച്ചിരിക്കുന്നു. ദൈവിക മഹത്വത്തിൽ പങ്കാളികളാകാമെന്ന പ്രത്യാശയാൽ നാം ഏറെ സന്തുഷ്ടരുമാണ്.
പ്രശ്നങ്ങൾ നമ്മെ കൂടുതൽ ക്ഷമാശീലരാക്കും എന്നറിയാവുന്നതുകൊണ്ട് നമ്മെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലും നാം സന്തുഷ്ടരാണ്. നാം ബലശാലികൾ ആണെന്നുള്ളതിന് ഈ ക്ഷമ തെളിവാണ്. അത് നമുക്ക് പ്രത്യാശ തരുന്നു. ഈ പ്രത്യാശ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തുകയില്ല. അത് ഒരിക്കലും പരാജയപ്പെടുകയുമില്ല. ദൈവം തന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നതുകൊണ്ടാണിത്. പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവം തന്റെ സ്നേഹം നമുക്ക് നൽകിയത്. നാം ബലഹീനരായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം ദൈവത്തിന് നിരക്കാത്തവണ്ണം ജീവിച്ചു. പക്ഷേ തക്ക സമയത്ത് ക്രിസ്തു മനുഷ്യർക്കു വേണ്ടി മരിച്ചു. നീതിമാനായ ഒരുവന്റെ രക്ഷയ്ക്കു വേണ്ടി പോലും മരിക്കാൻ ഒരുങ്ങുന്നവർ വളരെ കുറയും. വളരെ നല്ലവനായ ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ചിലർ മരിക്കാൻ സന്നദ്ധരായേക്കാം. പക്ഷേ നാം പാപികളായിരിക്കെയാണ് ക്രിസ്തു നമുക്കായി മരിച്ചത്. ഇതുവഴി നമ്മെ അവൻ വളരെയധികം സ്നേഹിച്ചിരുന്നുവെന്ന് ദൈവം വെളിപ്പെടുത്തി. നാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. തീർച്ചയായും അപ്പോൾ നമ്മൾ അവനിലൂടെ ദൈവകോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണം മുഖേന ദൈവം നമ്മെ മിത്രങ്ങളാക്കി. അതുകൊണ്ട് നാം തീർച്ചയായും ദൈവമിത്രങ്ങളാണ്. അവന്റെ പുത്രന്റെ ജീവൻ വഴി അവൻ നമ്മെ കൂടുതലായി രക്ഷിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നാം ഇപ്പോൾ സന്തുഷ്ടരുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് നാം ഇപ്പോൾ ദൈവികമായ ആനന്ദം അനുഭവിക്കുന്നത്. യേശുവിലൂടെ തന്നെയാണ് നാം ദൈവവുമായി രമ്യതയിലെത്തിയതും. ഒരു മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെയാണ് പാപം ലോകത്തിലേക്ക് വന്നത്. അതുവഴി മരണവും വന്നു. ഇതുകൊണ്ടാണ് മനുഷ്യരെല്ലാം നിശ്ചയമായും മരിക്കേണ്ടി വരുന്നത്. എല്ലാ മനുഷ്യരും പാപം ചെയ്തു. മോശയുടെ ന്യായപ്രമാണത്തിനു മുമ്പ് ലോകത്തിൽ പാപമുണ്ടായിരുന്നു. ന്യായപ്രമാണം ഇല്ലായിരുന്നുവെങ്കിൽ പാപം ചെയ്തതിന്റെ പേരിൽ ദൈവത്തിന് മനുഷ്യരെ കുറ്റക്കാരാക്കാൻ കഴിയുകയില്ലായിരുന്നു. പക്ഷേ ആദാമിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കും മരിക്കേണ്ടി വന്നു. ദൈവകൽപ്പന അനുസരിക്കാതെ പാപം ചെയ്തതുമൂലം ആദാം മരിച്ചു. പക്ഷേ ആദാമിനെ പോലെയുള്ള തെറ്റ് ചെയ്യാതിരുന്നവർക്കും മരിക്കേണ്ടി വന്നു. വരാനിരുന്നവന്റെ പ്രതിച്ഛായായിരുന്നു ആദാം. പക്ഷേ ദൈവത്തിന്റെ വരദാനം ആദാമിന്റെ അതിക്രമം പോലെയല്ല. ആദാമിന്റെ അതിക്രമം മൂലമാണ് അനവധി പേർ മരിച്ചത്. പക്ഷേ ജനങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപ വളരെ ശ്രേഷ്ഠമാണ്. പലർക്കും ദൈവത്തിന്റെ ദാനമായ ജീവൻ ലഭിച്ചത് യേശുക്രിസ്തു എന്ന മനുഷ്യന്റെ കൃപയിലൂടെയാണ്. ആദാം ഒരിക്കൽ പാപം ചെയ്തതിന് കുറ്റക്കാരനെന്ന് വിധിക്കപ്പെട്ടു. പക്ഷേ ദൈവത്തിന്റെ വരദാനം വ്യത്യസ്തമാണ്. പല അതിക്രമങ്ങൾക്കും ശേഷമാണ് ദൈവത്തിന്റെ ദാനം സംഭവിക്കുന്നത്. ഈ ദാനം മനുഷ്യരെ ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിച്ചു. അതിക്രമം പ്രവർത്തിച്ച ആ ഒരു മനുഷ്യൻ കാരണം മരണം എല്ലാവരിലും ഭരണം നടത്തി. ചിലർ ദൈവകാരുണ്യത്തെയും നീതീകരണത്തിനുള്ള അവന്റെ മഹത്തായ ദാനത്തെയും സ്വീകരിച്ചു. അവർക്ക് യഥാർത്ഥ ഭരണവും യേശുക്രിസ്തു എന്ന ഏക മനുഷ്യനിലൂടെ തീർച്ചയായും ലഭിക്കുകയും ചെയ്യും. ആദാമിന്റെ ഒരു അതിക്രമം എല്ലാ മനുഷ്യർക്കും മരണമെന്ന ശിക്ഷ എത്തിച്ചു. പക്ഷേ ക്രിസ്തു ചെയ്ത ഒരു നല്ല പ്രവൃത്തിയാൽ എല്ലാ മനുഷ്യരെയും ദൈവസന്നിധിയിൽ നീതീകരിച്ചു. അത് അക്കൂട്ടർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തു. ആദാം എന്ന ഒരു മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ചതുകൊണ്ട് അനേകർ പാപികളായി തീർന്നു. എന്നാൽ ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് വളരെ പേർ നീതീകരിക്കപ്പെട്ടു. ന്യായപ്രമാണത്തിന്റെ വരവ് മനുഷ്യരെ കൂടുതൽ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. പക്ഷേ മനുഷ്യരുടെ പാപഭാരം വർദ്ധിച്ചപ്പോൾ ദൈവം അവർക്ക് തന്റെ കൃപ കൂടിയ അളവിൽ നൽകി. പാപം നമ്മെ ഭരിക്കാനായി ഒരിക്കൽ മരണത്തെ ഉപയോഗിച്ചു. പക്ഷേ തന്റെ മുമ്പിൽ നീതീകരിച്ച് ഭരിക്കാനുള്ള പ്രസാദത്തിനായി ദൈവം മനുഷ്യർക്ക് കൂടിയ അളവിൽ അനുഗ്രഹം നൽകി. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നിത്യജീവൻ പ്രദാനം ചെയ്തു. റോമർ അധ്യായം 6. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ കൂടുതൽ ലഭിക്കാൻ വേണ്ടി പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം പാപത്തിൽ എങ്ങനെ ജീവിക്കും? നാം എല്ലാം ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ ക്രിസ്തുയേശുവിന്റെ ഭാഗമായി കഴിഞ്ഞുവെന്നത് നിങ്ങൾ മറന്നോ? സ്നാനം വഴി അവന്റെ മരണത്തിലും പങ്കാളികളായി. അതുകൊണ്ട് സ്നാനത്താൽ നാം ക്രിസ്തുവിനോടൊപ്പം സംസ്കരിക്കപ്പെടുകയും അവന്റെ മരണത്തിൽ പങ്കുചേരുകയും ചെയ്തു. നാം ഏവരും ഉയർത്തെഴുന്നേൽക്കുവാനും ഒരു പുതിയ ജീവിതം നയിക്കുവാനും തക്കവണ്ണം
ക്രിസ്തുവിനോടൊപ്പം നമ്മെയും സംസ്കരിച്ചിരിക്കുന്നു. പിതാവിന്റെ മഹത്തായ ശക്തിയാൽ ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടതുപോലെ നമ്മുടെ കാര്യത്തിലും ഇത് സംഭവിച്ചു. ക്രിസ്തു മരിച്ചു. ക്രിസ്തു മരിച്ചതുപോലെ നാമും മരിച്ചതിനാൽ നമ്മളും അവനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളും അവനോടൊപ്പം ചേരും. നമ്മുടെ പഴയ ജീവിതം ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ മരിച്ചു എന്ന് നമുക്കറിയാം. നമ്മുടെ പാപം നിറഞ്ഞ സ്വയത്തിന് നമ്മിൽ യാതൊരു ശക്തിയും ഇല്ലാത്തവണ്ണമാണ് ഇത് സംഭവിച്ചത്. അതിനാൽ നാം ഇപ്പോൾ മുതൽ ഒരിക്കലും പാപത്തിന് അടിമകളാകരുത്. മരിച്ചവരെ പാപത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയിരിക്കുന്നു. നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ചെങ്കിൽ അവനോടൊപ്പം ജീവിക്കുമെന്നും നമുക്കറിയാം. മരിച്ചവരിൽ നിന്നും ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിരിക്കൊണ്ട് ഇനി ഒരിക്കൽ കൂടി മരിക്കാൻ അവന് സാധിക്കില്ല എന്ന് നമുക്കറിയാം. അവന്റെ മേൽ മരണത്തിന് ഇനിമേൽ യാതൊരു ആധിപത്യവുമില്ല. അതെ, ക്രിസ്തു ഒരു തവണ മരിച്ചപ്പോൾ പാപത്തിന്റെ ശക്തിയെ എക്കാലത്തേക്കും കീഴടക്കുവാനാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവന് പുതുജീവൻ കൈവന്നിരിക്കുന്നു, ദൈവത്തോടൊപ്പമുള്ള ജീവിതം. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും കണക്കാക്കണം. ക്രിസ്തുയേശു വഴിയായി നിങ്ങൾ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നുവെന്നും അറിയണം. നിങ്ങൾ നിങ്ങളെ തന്നെ ക്രിസ്തുവിലൂടെ പരിഗണിക്കണം. പക്ഷേ നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ ഭരണം നടത്താൻ പാപത്തെ അനുവദിക്കരുത്. നിങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ പാപം നിറഞ്ഞ നിങ്ങളുടെ സ്വയത്തെ അനുവദിക്കാതിരിക്കുക. പാപത്തിന് ദാസ്യമനുഷ്ഠിച്ചു തെറ്റുകൾ ചെയ്യാൻ നിങ്ങളുടെ അവയവങ്ങളെ ഉപകരണങ്ങളാക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് ആനയിക്കപ്പെട്ടവരായി ദൈവത്തിന് കീഴ്വഴങ്ങുക. നന്മ ചെയ്യാനായി നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് അർപ്പിക്കുക. പാപത്തിന് നിങ്ങളുടെ മേൽ അധികാരമുണ്ടാവുകയില്ല. കാരണം നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല, ദൈവകൃപയുടെ കീഴിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പിന്നെ എന്ത്? ന്യായപ്രമാണത്തിന് കീഴിലല്ലാത്തതുകൊണ്ടും കൃപയുടെ കീഴിലായതുകൊണ്ടും നാം പാപം ചെയ്യണമോ? വേണ്ട. നിങ്ങൾ അടിമകളായി വഴങ്ങി ആരെയെങ്കിലും അനുസരിക്കുന്നുവെങ്കിൽ അയാളുടെ അടിമയായിരിക്കും എന്നറിയുകയില്ലേ? നിങ്ങൾ ആരെ അനുസരിക്കുന്നോ അയാളായിരിക്കും നിങ്ങളുടെ ഉടമ. നിനക്ക് പാപത്തെ പിന്തുടരുകയോ ദൈവത്തെ അനുസരിക്കുകയോ ചെയ്യാം. പാപം ആത്മനാശം വരുത്തും, പക്ഷേ ദൈവാനുസരണം അവന്റെ മുമ്പാകെ നിന്നെ നീതീകരിക്കും. ഭൂതകാലത്ത് നിങ്ങൾ പാപത്തിന്റെ അടിമകളായിരുന്നു. പാപം നിങ്ങളെ അടക്കി ഭരിച്ചു. പക്ഷേ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും അനുസരിച്ചു. ദൈവത്തിന് നന്ദി. നിങ്ങൾ പാപത്തിൽ നിന്ന് മുക്തരായി ഇപ്പോൾ നിങ്ങൾ നന്മയുടെ അടിമകളാണ്. നിങ്ങളുടെ മാനുഷികമായ പരിമിതികൾ നിമിത്തമാണ് ഞാൻ ഈ വിധം പറയുന്നത്. നിങ്ങൾക്ക് പരിചിതമായ ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ ശരീരഭാഗങ്ങളെ പാപകർമ്മങ്ങൾക്കും തിന്മയ്ക്കും വിധേയമാക്കി. നിങ്ങൾ തിന്മയ്ക്കു വേണ്ടി മാത്രം ജീവിച്ചു. ഇനി നിങ്ങളെ നന്മകളുടെ അടിമകളാകാൻ അനുവദിക്കുക. അപ്പോൾ നിങ്ങൾ ദൈവത്തിനു വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുന്നത്. പണ്ട് നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നു. നീതിയുടെ നിയന്ത്രണത്തിലായിരുന്നില്ല നിങ്ങൾ. നിങ്ങൾ ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. ഇപ്പോൾ നിങ്ങൾ അതേപ്പറ്റി ലജ്ജിക്കുന്നു. അതൊക്കെ നിങ്ങളെ സഹായിച്ചുവോ? ഇല്ല. ആത്മമരണം വരുത്താൻ മാത്രമേ അവയ്ക്കാകൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പാപവിമുക്തരാണ്, ദൈവത്തിന്റെ അടിമകളാണ്. ദൈവത്തിനു വേണ്ടി മാത്രമായുള്ള ജീവിതത്തിലേക്ക് ഇത് നിങ്ങളെ എത്തിച്ചു. അങ്ങനെ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. മനുഷ്യർ പാപം ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലമായ മരണത്തിന് അവർ അർഹരാകും. പക്ഷേ ദൈവം അവന്റെ ജനത്തിന് ഒരു സൗജന്യ ദാനം നൽകി, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിലുള്ള നിത്യജീവൻ. റോമർ അധ്യായം 7. സഹോദരീ സഹോദരന്മാരെ, മോശയുടെ ന്യായപ്രമാണം നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുള്ളൂവെന്ന് തീർച്ചയായും നിങ്ങൾക്കറിയാം. ഞാൻ ഒരു ഉദാഹരണം എടുത്തു കാട്ടാം. ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം അയാളുടെ ഭാര്യയായിരിക്കും. ഭർത്താവ് മരിച്ചാൽ വിവാഹം സംബന്ധിച്ച ന്യായപ്രമാണങ്ങളിൽ നിന്ന് അവൾ മുക്തയാകും. ഭർത്താവ് ജീവിച്ചിരിക്കെ ആ സ്ത്രീ മറ്റൊരുവനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൾ വ്യഭിചാരക്കുറ്റം ചെയ്തതായി ന്യായപ്രമാണം അനുശാസിക്കുന്നു. എന്നാൽ ഭർത്താവ് മരിച്ചാൽ വിവാഹബന്ധത്തെ സംബന്ധിച്ച ന്യായപ്രമാണത്തിൽ നിന്ന്
അവൾ മുക്തയാകും. അങ്ങനെ ഭർത്താവിന്റെ മരണശേഷം മറ്റൊരുവനെ വിവാഹം കഴിച്ചാൽ അവൾ വ്യഭിചാരിണി എന്ന കുറ്റക്കാരിയാകുന്നില്ല. സഹോദരീ സഹോദരന്മാരെ, ഇതുപോലെ നിങ്ങളിലെ പഴയ സ്വയം മരിക്കുകയും ക്രിസ്തുവിന്റെ ശരീരം വഴി ന്യായപ്രമാണത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്തു. നിങ്ങളിപ്പോൾ മറ്റാരുടെയോ ആണ്. മരണത്തിൽ നിന്നും ഉയർത്ത ക്രിസ്തുവിൻ്റെതാണ് ഇപ്പോൾ നിങ്ങൾ. നാം ക്രിസ്തുവിൻ്റെതായതുകൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മെ ഉപയോഗിക്കാം. പണ്ട് നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നത് പാപം നിറഞ്ഞ നമ്മുടെ സ്വയം ആയിരുന്നു. ന്യായപ്രമാണം പാപകർമ്മങ്ങൾ ചെയ്യാനുള്ള താൽപര്യം നമ്മിലുളവാക്കി. നാം ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ശരീരങ്ങളെ നിയന്ത്രിച്ചിരുന്നതുമായ പാപകർമ്മങ്ങൾ നമുക്ക് ആത്മമരണം വരുത്തിവച്ചു. പണ്ട് തടവുകാരെ എന്നവണ്ണം നമ്മെ ന്യായപ്രമാണം തടഞ്ഞുവെച്ചു. എന്നാൽ നമ്മുടെ പഴയ സ്വയം മരിക്കുകയും ന്യായപ്രമാണത്തിൽ നിന്നും മോചനം നേടുകയും ചെയ്തതുകൊണ്ട് പണ്ടത്തെ ലിഖിത ചട്ടത്തിന്റെ മാർഗത്തിലൂടെയല്ല, ആ പുതിയ പാതയിലൂടെയാണ് നാം ഇന്ന് ദൈവത്തെ ശുശ്രൂഷിക്കുന്നത്. പരിശുദ്ധാത്മാവിലൂടെയുള്ള പുതുവഴിയിലാണ് നാം ഇന്ന് ദൈവത്തെ ശുശ്രൂഷിക്കുന്നത്. ന്യായപ്രമാണവും പാപവും ഒന്നാണെന്നാണ് ഞാൻ പറയുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ധരിച്ചേക്കാം. അത് ശരിയല്ല. പാപം എന്താണെന്നറിയാൻ ന്യായപ്രമാണം മാത്രമാണ് ഉപാധി. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടവ നിങ്ങൾക്ക് ആവശ്യമില്ല. അവയ്ക്ക് ആശിക്കുന്നത് തെറ്റുമാണ്. പാപം ആ അനുശാസനത്തിൽ അവസരം കണ്ടെത്തി എല്ലാത്തരം ആശകളും അഭിലാഷങ്ങളും എന്നിൽ ഉളവാക്കി. അങ്ങനെ ആ അനുശാസനം പാപത്തിന് എന്നിലേക്ക് വരുവാൻ കാരണമായി. ന്യായപ്രമാണത്തിന്റെ അഭാവത്തിൽ പാപത്തിന് ഒട്ടും ശക്തിയില്ല. പാപം അശക്തമാണ്. ന്യായപ്രമാണം അറിയുന്നതിനു മുമ്പേ ന്യായപ്രമാണം കൂടാതെ ഞാൻ ജീവിച്ചു. പക്ഷേ അനുശാസനങ്ങൾ വന്നപ്പോൾ പാപം പുനർജനിച്ചു. ഞാൻ പാപം മൂലം ആത്മീയമായി മരിച്ചു. ജീവൻ നൽകുക എന്നതാണ് കൽപ്പനകളുടെ ഉദ്ദേശമെങ്കിലും എനിക്ക് ന്യായപ്രമാണം നൽകിയത് മരണമത്രേ. എന്നെ ചതിക്കാൻ പാപം കൽപ്പനകളെ പ്രയോജനപ്പെടുത്തി ഒരു മാർഗം കണ്ടെത്തി. എന്നെ കൊല്ലാൻ വേണ്ടി പാപം കൽപ്പനകളെ ഉപയോഗിച്ചു. അതുകൊണ്ട് ന്യായപ്രമാണം വിശുദ്ധവും കൽപ്പന വിശുദ്ധവും ശരിയും നല്ലതുമാണ്. ഇതിന്റെ അർത്ഥം നന്മയായ എന്തോ ഒന്ന് എനിക്ക് മരണമുണ്ടാക്കി എന്നാണോ? അല്ല. പക്ഷേ പാപം നന്മയായ ചിലതിനെ എനിക്ക് മരണം വരുത്താൻ ഉപയോഗിച്ചു. ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് പാപം യഥാർത്ഥത്തിൽ എന്താണെന്ന് വ്യക്തമായി കാണാൻ എനിക്ക് സാധിച്ചു. വളരെ വളരെ ഹീനമായ ഒന്നാണ് പാപം എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഇത് വെളിവാക്കാൻ വേണ്ടി കൽപ്പനയെ ഉപയോഗിച്ചു. ന്യായപ്രമാണം ആധ്യാത്മികമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ ഭൗതികനാണ്. സ്വന്തം അടിമയെ എന്ന പോലെ പാപം എന്നെ ഭരിച്ചു. എന്റെ പ്രവൃത്തികൾ തന്നെ എന്റെ നിയന്ത്രണത്തിലല്ല. ഞാൻ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. വെറുക്കേണ്ട ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നതായ തിന്മകൾ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ന്യായപ്രമാണം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നുവെന്നാണ്. എന്നാൽ തിന്മ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഞാനല്ല, എന്നിൽ കുടിയിരിക്കുന്ന പാപമാണ്. അതെ, എനിക്കറിയാം നന്മയൊന്നും എന്നിൽ കുടിയിരിക്കുന്നില്ലെന്ന്. ഐഹികനായ എന്റെ ഭാഗമായി നന്മയൊന്നും അവശേഷിക്കുന്നില്ലെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത തിന്മകൾ ചെയ്യുന്നു താനും. ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഞാനല്ല, എന്നിൽ കുടിയിരിക്കുന്ന പാപമാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തത്വം ഞാൻ പഠിച്ചു. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും തിന്മ എന്നോടൊപ്പമുണ്ട്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എന്റെ മനസ്സ് സന്തുഷ്ടമാണ്. പക്ഷേ എന്റെ അവയവങ്ങളിൽ മറ്റൊരു ന്യായപ്രമാണം പ്രവർത്തിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മനസ്സ് അംഗീകരിക്കുന്ന ന്യായപ്രമാണവുമായി ഈ ന്യായപ്രമാണം മല്ലടിക്കുന്നു. എന്റെ ശാരീരികാവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ ന്യായപ്രമാണം പാപത്തിന്റെ ന്യായപ്രമാണമാണ്. അത് എന്നെ തടവുകാരനാക്കുകയും ചെയ്യുന്നു. ഇത് ഭീകരമാണ്. മരണാധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും? ദൈവം എന്നെ രക്ഷിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള അവന്റെ രക്ഷയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ
ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് ദാസനാണ്. പക്ഷെ എന്റെ പാപം നിറഞ്ഞ സ്വയത്തിൽ ഞാൻ പാപത്തിന്റെ ന്യായപ്രമാണത്തിന് അടിമയുമാണ്. റോമർ അധ്യായം 8. അതുകൊണ്ട് ക്രിസ്തുയേശുവിലായിരിക്കുന്നവരെ കുറ്റക്കാരായി വിധിച്ചു തള്ളുന്നില്ല. എന്നെ എന്തുകൊണ്ട് കുറ്റക്കാരനായി വിധിക്കുന്നില്ല? കാരണം ജീവസന്ധായകമായ പരിശുദ്ധാത്മാവിന്റെ ന്യായപ്രമാണം എന്നെ ക്രിസ്തുയേശുവിൽ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. പാപത്തെയും മരണത്തെയും കൊണ്ടുവരുന്ന ന്യായപ്രമാണത്തിൽ നിന്നും അത് എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. നമ്മുടെ പാപം നിറഞ്ഞ സ്വയം കൊണ്ട് ന്യായപ്രമാണം ബലഹീനമാക്കപ്പെട്ടതിനാൽ ന്യായപ്രമാണം അശക്തമായിരിക്കുന്നു. ന്യായപ്രമാണത്തിന് ചെയ്യാൻ സാധിക്കാത്തത് ദൈവം ചെയ്തു. മനുഷ്യർ പാപം ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ മനുഷ്യ ജീവനോടെ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പാപത്തിന് ഒരു പരിഹാരയാഗമായിട്ടാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. അങ്ങനെ പാപത്തെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യജീവനെ ഉപയോഗിച്ചു. ന്യായപ്രമാണം അനുശാസിക്കുന്ന മട്ടിൽ നമ്മെ ശരിയാക്കി തീർക്കുകയാണ് ഇതിന്റെ ഉദ്ദേശം. തങ്ങളുടെ പാപം നിറഞ്ഞ സ്വയത്തിനാവശ്യപ്പെട്ടവ പിന്തുടരാതെ ആത്മാവിനാവശ്യമായ രീതിയിൽ ജീവിക്കുന്നവരുടെ കാര്യത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തങ്ങളുടെ പാപം നിറഞ്ഞ സ്വയത്തെ പിന്തുടർന്ന് ജീവിക്കുന്നവർ അത് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചേ ചിന്തിക്കൂ. എന്നാൽ ആത്മാവിനെ പിന്തുടരുന്നവർ ആത്മാവ് അവരെക്കൊണ്ട് എന്ത് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിനെപ്പറ്റിയാകും ചിന്തിക്കുക. ഒരുവന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് പാപം നിറഞ്ഞ തന്റെ സ്വയമാണെങ്കിൽ അവിടെ ആത്മീക മൃത്യു സംഭവിക്കുന്നു. നേരെ മറിച്ച് ചിന്തകളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിനെങ്കിൽ അവിടെ സമാധാനവും ജീവനുമുണ്ട്. ഇത് ശരിയാകുന്നത് എന്തുകൊണ്ട്? പാപം നിറഞ്ഞ സ്വയം ഒരുവന്റെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ അവൻ ദൈവത്തിനെതിരാകുന്നു എന്നതാണ് ഫലം. അവൻ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാൻ മടിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാനുള്ള കഴിവ് അവനുണ്ടാവില്ല. തങ്ങളുടെ തന്നെ പാപം നിറഞ്ഞ സ്വയത്താൽ ഭരിക്കപ്പെടുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കയില്ല. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പാപം നിറഞ്ഞ സ്വയത്താലല്ല നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവാത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ആ ആത്മാവിനാലാണ്. ഒരുവന് ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനല്ല. പാപം നിമിത്തം നിങ്ങളുടെ ശരീരം മരിച്ചാലും ക്രിസ്തു നിങ്ങളെ ദൈവസമക്ഷം നീതീകരിക്കുന്നതിനാൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ജീവിക്കും. ദൈവം യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ദൈവാത്മാവ് നിങ്ങളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ മരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിനും അവൻ ജീവൻ തരും. ദൈവമാണ് ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചത്. നിങ്ങളിൽ ജീവിക്കുന്ന അവന്റെ ആത്മാവ് വഴി നിങ്ങളുടെ ശരീരത്തിനും അവൻ ജീവൻ പകരും. സഹോദരീ സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ പാപം നിറഞ്ഞ സ്വയം നമ്മെ ഭരിക്കരുത്. അതിന്റെ ആവശ്യത്തിനൊത്ത് നാം ജീവിക്കരുത്. ആ പാപം നിറഞ്ഞ സ്വയം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ആത്മീകമായി മരിക്കും. എന്നാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപപ്രവൃത്തികൾക്ക് വിരാമമിടാൻ ആത്മാവിനെ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നിശ്ചയമായും സത്യമായി ജീവൻ ലഭിക്കും. നിങ്ങളെ നയിക്കാൻ ദൈവാത്മാവിനെ അനുവദിക്കുന്നവരാണ് യഥാർത്ഥ ദൈവസന്തതികൾ. വീണ്ടും അടിമകളാക്കാനും ഭയത്തോട് ജീവിതം നയിക്കാനും ശ്രമിക്കുന്ന ആത്മാവല്ല നമുക്ക് കൈവന്ന പരിശുദ്ധാത്മാവ്. നമ്മിലെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിന്റെ സന്തതികളാക്കുന്നു. അതിനാൽ നാം വിളിക്കുന്നു, പിതാവേ, പിതാവേ. ആ പരിശുദ്ധാത്മാവ് തന്നെയും നമ്മുടെ ആത്മാവിനോടൊത്തു നിന്ന് പറയും, നാം ദൈവമക്കളാണെന്ന്. നാം ദൈവത്തിന്റെ സന്തതികളാണെങ്കിൽ അവന്റെ ജനത്തിനായുള്ള ദൈവത്തിന്റെ അനുഗ്രഹം ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ലഭിക്കും. ക്രിസ്തുവിനെന്നതുപോലെ അനുഗ്രഹം നമുക്കും കൈവരും. പക്ഷേ നാം ക്രിസ്തു സഹിച്ചതുപോലെ കഷ്ടം സഹിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റേതുപോലുള്ള മഹത്വം നമുക്കും കിട്ടും. ഇപ്പോൾ നമുക്ക് കഷ്ടങ്ങളുണ്ട്. പക്ഷെ അവ നമുക്ക് തരാനിരിക്കുന്ന മഹത്വവുമായി ഒത്തുനോക്കുമ്പോൾ ഒന്നുമില്ല. തന്റെ മക്കൾ ആരെന്ന് ദൈവം ലോകത്തിന് വെളിപ്പെടുത്തുന്ന വേളയ്ക്കായി സമസ്ത സൃഷ്ടികളും ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നു. അതിനായി മുഴുവൻ ലോകവും ആഗ്രഹിക്കുന്നു. സൃഷ്ടി പൂർണ്ണമായും വിലകെട്ടതായി മാറിയിരിക്കുന്നു. അതിന്റെ സ്വന്തം ഇച്ഛയനുസരിച്ചല്ല, എന്നാൽ അതിനെ പരിവർത്തിക്കുവാൻ ദൈവം തീരുമാനിച്ചു. പക്ഷേ
അവിടെ ഒരു പ്രതീക്ഷയുണ്ട്. ദൈവസൃഷ്ടി എല്ലാം നാശത്തിലേക്കുള്ള ബന്ധനത്തിൽ നിന്ന് മുക്തമായേക്കും എന്നതാണ് ആ പ്രതീക്ഷ. സൃഷ്ടികൾക്കെല്ലാം ദൈവത്തിന്റെ സന്തതികൾക്ക് അവകാശപ്പെട്ട സ്വാതന്ത്ര്യവും മഹത്വവും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ദൈവത്തിന്റെ സമസ്ത സൃഷ്ടിയും ഈറ്റുനോവിലെന്ന വണ്ണം ഇപ്പോഴും വേദനയിൽപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാം. ലോകം മാത്രമല്ല, നമ്മളും ഉള്ളിൽ വേദനയുമായി നൊന്ത് കാത്തിരിക്കുകയാണ്. ദൈവിക വാഗ്ദാനത്തിന്റെ ആദ്യ ഭാഗമായി നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് നാം നമ്മെ അവന്റെ തന്നെ മക്കളെന്ന നിലയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി അവനെ കാത്തിരിക്കും. നമ്മുടെ ശരീരത്തെ സ്വതന്ത്രമാക്കുവാൻ കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടു. നമുക്ക് ഈ പ്രത്യാശയുണ്ട്. കാത്തിരിക്കുന്നത് എന്തിനെയാണോ അത് ദൃശ്യമാണെങ്കിൽ അത് യഥാർത്ഥ പ്രതീക്ഷയല്ല. മനുഷ്യർക്ക് നേരത്തെ ഉള്ളതിനെ പറ്റി അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നോളം കിട്ടാത്ത ഒന്നിനെയാണ് നാം പ്രതീക്ഷിക്കാറുള്ളത്. നാം ക്ഷമാപൂർവം അതിനായി കാത്തിരിക്കുന്നു. നാം വളരെ ബലഹീനരാണ്. എന്നാൽ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ആത്മാവ് തന്നെ നമുക്കായി ദൈവത്തോട് സംസാരിക്കുന്നു. വാക്കുകളാൽ പ്രകടമാക്കാത്ത ഞരക്കത്താലാണ് ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്നത്. ജനങ്ങളുടെ ഹൃദയത്തിലുള്ളതെല്ലാം കാണാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിന്റെ ആഗ്രഹത്തിനൊത്ത് തന്റെ മനുഷ്യർക്കു വേണ്ടി ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്നത് കൊണ്ട് ആത്മാവ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ദൈവത്തിനറിയാം. കാരണം അവന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ആത്മാവ് ആവശ്യപ്പെടുന്നത്. തന്നെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കു വേണ്ടിയുള്ള എല്ലാ കാര്യത്തിലും ദൈവം പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. കാരണം അതവന്റെ പദ്ധതിയായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവത്തിന് അവരെ അറിയാമായിരുന്നു. തന്റെ പുത്രന് അനുരൂപരായിരിക്കണം അവർ എന്ന് ദൈവം നിശ്ചയിച്ചു. അങ്ങനെ യേശു അനേക സഹോദരീ സഹോദരന്മാരിൽ ആദ്യജാതനായി. തന്റെ പുത്രനെ പോലെയുള്ളവർക്കായി അവൻ പദ്ധതിയിട്ടു. അവൻ അവരെ വിളിക്കുകയും നീതീകരിക്കുകയും നീതീകരിച്ചവർക്ക് അവന്റെ മഹത്വം കൊടുക്കുകയും ചെയ്തു. ഇതേപ്പറ്റി നാം ഇനി എന്താണ് പറയേണ്ടത്? ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ ആർക്കും നമ്മെ തോൽപ്പിക്കാനാവില്ല. നമുക്ക് വേണ്ടി പീഡ അനുഭവിക്കാൻ തന്റെ പുത്രനെ പോലും നമുക്ക് തന്ന ദൈവം നമുക്കായി എന്തും തരും. നമുക്ക് വേണ്ടി പുത്രനെ തന്ന ദൈവം അവനോടൊപ്പം എല്ലാം പൂർണ്ണമായും നൽകും. ദൈവം തിരഞ്ഞെടുത്തവരെ ആരെതിർക്കും? തന്റെ ജനത്തെ ശരിയാക്കുന്നത് ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ ജനം കുറ്റക്കാരാണെന്ന് ആർക്ക് പറയാൻ കഴിയും? ആർക്കും കഴിയില്ല. ക്രിസ്തു യേശു മരിച്ചു, എന്നാൽ അവൻ മരണത്തിൽ നിന്ന് ഉയർക്കുകയും ചെയ്തു. ഇപ്പോൾ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ ആരെക്കൊണ്ടാകും? ദുരിതങ്ങൾക്കും ക്ലേശങ്ങൾക്കും അല്ലെങ്കിൽ ഉപദ്രവങ്ങൾക്കും അതിന് കഴിവുണ്ടോ? ഇല്ല. നമുക്ക് ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ വന്നാൽ അത് നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുമോ? അപകടങ്ങൾക്കും അല്ലെങ്കിൽ മരണത്തിനു പോലും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാകുമോ? ഇല്ല. തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് പോലെ, നിനക്കു വേണ്ടി ഞങ്ങൾ എക്കാലവും മരണത്തിന്റെ ഭീഷണിയിൽ പെട്ടിരിക്കുന്നു. കശാപ്പിന് കൊണ്ടുപോകുന്ന ആടിനെ പോലെ അത്രയും വില കുറഞ്ഞവരാണ് ഞങ്ങളെന്ന് ആളുകൾ കരുതും. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം തന്റെ സ്നേഹം നമ്മിൽ ചൊരിഞ്ഞ ദൈവം വഴി നമുക്ക് പരിപൂർണ വിജയമുണ്ടായി. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ, ഭരിക്കുന്നവർക്കോ, ഇപ്പോഴുള്ളവയ്ക്കോ, ഭാവിയിൽ ഉണ്ടാകുന്നവയ്ക്കോ, ശക്തിക്കോ, മേലുള്ളതിനോ കീഴുള്ളതിനോ, സമസ്ത ലോകത്തിലുള്ള യാതൊന്നിനും നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല. അതെ, എനിക്കുറപ്പുണ്ട്. യാതൊന്നിനും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും വേർപെടുത്താനാവില്ല. റോമർ അധ്യായം 9. ഞാൻ ക്രിസ്തുവിൽ സത്യമാണ് പറയുന്നത്, കള്ളമല്ല. എന്റെ വികാരവിചാരങ്ങളെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ പറയുന്നത് വ്യാജമല്ലെന്ന് ആ അനുഭൂതി എന്നോട് പറയുന്നു. എനിക്ക് യഹൂദരെ പറ്റി വളരെ വേദനയും എപ്പോഴും വലിയ ദുഃഖവും അനുഭവപ്പെടുന്നു. എന്റെ ഐഹിക കുടുംബത്തിലെ സഹോദരീ സഹോദരന്മാരും
അംഗങ്ങളുമാണ് അവർ. അവരെ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ശാപഗ്രസ്തനാകുന്നതോ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിതനാകുന്നതോ അവർക്ക് രക്ഷ നൽകുമായിരുന്നെങ്കിൽ അതിനുപോലും ഞാൻ ഒരുക്കമായിരുന്നു. അവർ ഇസ്രായേലിലെ ജനങ്ങളാണ്. അവരാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ. ദൈവമഹത്വവും ദൈവം ചെയ്ത നിയമവും അവർക്കുണ്ട്. ദൈവം അവർക്ക് മോശയിലൂടെ ന്യായപ്രമാണവും ആരാധനയുടെ നേർവഴിയും നൽകി. അവർക്ക് ദൈവം അവന്റെ വാഗ്ദാനങ്ങൾ നൽകി. അവർ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ സന്തതികളാണ്. അവർ ക്രിസ്തുവിന്റെ ഭൗമിക കുടുംബമാണ്. ക്രിസ്തു സകലത്തിനും മീതെ ദൈവമാണ്. ദൈവത്തിന് സ്തുതി. അവൻ എന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. അതെ, എനിക്ക് യഹൂദരോട് ഖേദം തോന്നുന്നു. അവരോടുള്ള വാഗ്ദാനം പാലിക്കുന്നതിൽ ദൈവം പരാജിതനായി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യമായും ദൈവത്തിന്റെ ജനമായി യഹൂദരിൽ ചിലർ മാത്രമേ ഉള്ളൂ. അബ്രഹാമിന്റെ സന്തതികളിൽ ചിലർ മാത്രമേ അവന്റെ യഥാർത്ഥ മക്കളായുള്ളൂ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസഹാക്ക് മാത്രമായിരിക്കും നിന്റെ നിയമസാധുതയുള്ള പുത്രൻ. അബ്രഹാമിന്റെ സന്തതികളിൽ ചിലർ മാത്രമേ യഥാർത്ഥ ദൈവമക്കളായുള്ളൂ എന്നാണ് ഇതിനർത്ഥം. അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം നൽകിയത് വഴി ദൈവത്തിന്റെ മക്കളായി തീർന്നവർ മാത്രമാണ് അബ്രഹാമിന്റെ യഥാർത്ഥ മക്കൾ. അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം ഇതാണ്: യഥാസമയം ഞാൻ തിരിച്ചു വരികയും അപ്പോൾ സാറയ്ക്ക് ഒരു പുത്രനുണ്ടായിരിക്കുകയും ചെയ്യും. എന്നാൽ അതുമാത്രമല്ല, റിബേക്കയ്ക്കും പുത്രന്മാരുണ്ടായിരുന്നു. അവർക്കും ഒരേ അപ്പനാണുള്ളത്. അവൻ നമ്മുടെ പിതാവായ ഇസ്ഹാക്കാണ്. പക്ഷേ പുത്രന്മാർ രണ്ടും ജനിക്കുന്നതിന് മുമ്പ് ദൈവം റിബേക്കയോട് പറഞ്ഞു: മൂത്തപുത്രൻ ഇളയവനെ ശുശ്രൂഷിക്കും. കുട്ടികൾ നന്മയോ തിന്മയോ പ്രവർത്തിക്കുന്നതിന് മുൻപാണിത് സംഭവിച്ചത്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവം തിരഞ്ഞെടുത്തവൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടതിനായി അവന്റെ ജനനത്തിന് മുമ്പ് തന്നെ ദൈവം ഇത് പറഞ്ഞു. കുട്ടികളുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, തിരഞ്ഞെടുക്കാൻ ദൈവം ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവെഴുത്തുകൾ പറയും പോലെ, ഞാൻ ഏശാവിനെ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി നാം എന്തു പറയും? ദൈവം ന്യായസ്ഥനല്ലെന്നോ? അങ്ങനെ പറയാൻ സാധിക്കയില്ല. കാരണം അവൻ മോശയോട് അരുളി ചെയ്തു: എനിക്ക് കരുണ തോന്നേണം എന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, എനിക്ക് അലിവ് തോന്നേണം എന്നുള്ളവരോട് ഞാൻ അലിവ് കാണിക്കും. അതുകൊണ്ട് കരുണ കാണിക്കണമെന്ന് താൻ തീരുമാനിച്ച വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. മനുഷ്യന്റെ ആഗ്രഹങ്ങളെയോ പരിശ്രമങ്ങളെയോ ആശ്രയിച്ചുകൊണ്ടുള്ളതല്ല അവന്റെ തിരഞ്ഞെടുപ്പ്. തിരുവെഴുത്തുകളിൽ ദൈവം ഫറവോനോട് പറയുന്നു: ഞാൻ നിന്നെ രാജാവാക്കിയത് ഈ ഒറ്റ കാരണത്താലാണ്. എന്റെ ശക്തി നിന്നിൽ പ്രകടമാക്കി എന്റെ നാമം ലോകമെമ്പാടും ഉദ്ഘോഷിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തനിക്ക് വേണമെന്ന് തോന്നുന്നവരോട് ദൈവം കരുണ കാണിക്കുന്നു. കഠിനഹൃദയരാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ അങ്ങനെയാക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, നമ്മുടെ പ്രവൃത്തികളെ ദൈവം നിയന്ത്രിക്കുന്നുവെങ്കിൽ അവൻ എന്തിന് നമ്മെ പഴിക്കുന്നു? അങ്ങനെ ചോദിക്കരുത്. നിങ്ങൾ മനുഷ്യരാണ്. ദൈവത്തെ ചോദ്യം ചെയ്യാൻ മനുഷ്യൻ അവകാശമില്ല. ഒരു മൺഭരണി തന്നെ സൃഷ്ടിച്ച മനുഷ്യനോട് നീ എന്തിനെന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കാറില്ല. സൃഷ്ടാവിന് അവന്റെ ഇഷ്ടാനുസരണം എന്തുമുണ്ടാക്കാം. ഒരേ കളിമണ്ണ് കൊണ്ട് തന്നെ അവന് പല വസ്തുക്കളും സൃഷ്ടിക്കാം. ദൈനംദിന ഉപയോഗത്തിനു വേണ്ടിയും പ്രത്യേക സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയും നിർമ്മിക്കാം. അങ്ങനെ തന്നെയാണ് ദൈവവും ചെയ്തിരിക്കുന്നത്. ദൈവം തന്റെ കോപവും ശക്തിയും ആളുകളെ കാണിക്കാൻ ആഗ്രഹിച്ചു. നശിപ്പിക്കപ്പെടാനുള്ള മനുഷ്യരോടുള്ള കോപം ദൈവം ക്ഷമയോടെ സഹിച്ചു. തന്റെ സമ്പന്നമായ മഹത്വം വ്യക്തമാക്കാനെന്നവണ്ണം ക്ഷമയോടെ ദൈവം കാത്തിരുന്നു. ആ മഹത്വത്തെ തന്റെ കാരുണ്യപാത്രങ്ങളായ മനുഷ്യർക്ക് നൽകാൻ ദൈവം ആഗ്രഹിച്ചു. തന്റെ മഹത്വം ഉൾക്കൊള്ളുവാൻ ദൈവം അവരെ ഒരുക്കി. ദൈവം തിരഞ്ഞെടുത്ത ആ മനുഷ്യരാണ് നമ്മൾ. യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഹോശേയായുടെ പുസ്തകത്തിൽ തിരുവെഴുത്തു പറയുന്നത് പോലെ, എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും എനിക്ക് പ്രിയപ്പെട്ടവരല്ലാത്തവരെ ഞാൻ പ്രിയപ്പെട്ടവരെന്നും പറയും.
നിങ്ങൾ എന്റെ ജനമല്ല എന്നവരോട് പറഞ്ഞ അതേ സ്ഥലത്തു വെച്ച് തന്നെ അവരെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കും. ഇസ്രായേലിനെ പറ്റി യെശയ്യാവ് പറഞ്ഞു, ഇസ്രായേലിലെ ജനങ്ങളുടെ എണ്ണം കടലിലെ മണൽത്തരി പോലെയാണ്. എന്നാൽ അവരിൽ വളരെ കുറച്ചുപേർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. കാരണം ഭൂമിയിൽ ദൈവത്തിന്റെ ന്യായവിധി വേഗത്തിലും അന്തിമവുമാണ്. യെശയ്യാവ് പറഞ്ഞതുപോലെ കർത്താവ് സർവശക്തനാണ്. നമുക്ക് വേണ്ടി കർത്താവ് തന്റെ ജനങ്ങളിൽ ചിലരെ രക്ഷിച്ചു. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് സോദോമിന്റെ ഗതിയായേനെ, ഗോമോറയുടെ നിലയായേനെ. അപ്പോൾ ഇതെല്ലാം അർത്ഥമാക്കുന്നത് എന്താണ്? ജാതികൾ തങ്ങളാൽ തന്നെ ദൈവസമക്ഷം നീതീകരിക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ അവർ ദൈവസമക്ഷം നീതീകരിക്കപ്പെട്ടു. സ്വന്തം വിശ്വാസം മൂലമാണ് അവർ നീതീകരിക്കപ്പെട്ടത്. ഇസ്രായേലിലെ ജനങ്ങളാകട്ടെ തങ്ങളെ തന്നെ നീതീകരിച്ചു കിട്ടുന്നതിന് ന്യായപ്രമാണത്തെ പിന്തുടരാൻ ഒരുങ്ങി. പക്ഷേ അവർ വിജയിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ സ്വന്തം പ്രവൃത്തികളാൽ സ്വയം നീതീകരിക്കുവാൻ അവർ ശ്രമിച്ചു. നീതീകരിക്കപ്പെടുവാൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പരാജയമടഞ്ഞു. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ പറയുന്നു: നോക്കൂ, മനുഷ്യരെ വീഴിക്കുന്ന ഒരു കല്ല് സിയോനിൽ ഞാൻ സ്ഥാപിക്കും. അവർക്ക് ഇടർച്ചയുണ്ടാക്കുന്ന ഒരു പാറയാണത്. പക്ഷേ ആ പാറയിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കേണ്ടി വരില്ല. റോമർ അധ്യായം 10. സഹോദരന്മാരെ, എന്റെ മനസ്സിലെ ആഗ്രഹവും ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയും യഹൂദരും രക്ഷിക്കപ്പെടട്ടെ എന്നാണ്. ദൈവിക കാര്യത്തിൽ ശക്തമായ അഭിലാഷമുള്ളവരാണ് യഹൂദർ എന്നെനിക്ക് പറയാൻ കഴിയും. പക്ഷേ അത് ഉചിതമായ വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായുള്ളതല്ല. ദൈവം മനുഷ്യരെ തനിക്കൊപ്പം നീതീകരിക്കുന്നതിനെപ്പറ്റി അവർ അജ്ഞരാണ്. അവർ തങ്ങളുടേതായ മാർഗത്തിലൂടെ അവരെ നീതീകരിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ദൈവം ആളുകളെ നീതീകരിക്കുന്ന മാർഗം അവർ സ്വീകരിച്ചില്ല. ന്യായപ്രമാണത്തിന്റെ അവസാനമാണ് ക്രിസ്തു. അതുകൊണ്ട് ഇപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവൻ മാത്രമേ നീതീകരിക്കപ്പെടുന്നുള്ളൂ. ദൈവിക നീതീകരണത്തെപ്പറ്റി ന്യായപ്രമാണത്തിൽ നിന്നും ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ മോശെ എഴുതുന്നു: ന്യായപ്രമാണത്തെ പിന്തുടർന്ന് ജീവൻ കണ്ടെത്താൻ ശ്രമിക്കുന്നവൻ ന്യായപ്രമാണം അനുശാസിക്കുന്ന കാര്യങ്ങൾ നിശ്ചയമായും പാലിക്കണം. എന്നാൽ വിശ്വാസത്തിലൂടെയുള്ള നീതീകരണത്തെപ്പറ്റി തിരുവെഴുത്തുകൾ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ആനയിക്കാൻ സ്വർഗത്തിലേക്ക് ആര് പോകും? മരിച്ചവരിൽ നിന്നും ക്രിസ്തുവിനെ കൊണ്ടുവരാൻ പാതാളത്തിലേക്ക് ആരിറങ്ങും? എന്നിങ്ങനെ നിങ്ങൾ സ്വയം ചോദിക്കരുത്. പക്ഷേ എന്താണ് തിരുവെഴുത്തിൽ പറയുന്നത്? ദൈവത്തിന്റെ ഉപദേശം നിന്റെ സമീപമുണ്ട്, അതു നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. അതായത് ഞങ്ങൾ ജനങ്ങളെ ഉപദേശിക്കുന്ന വിശ്വാസം. യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും മരണത്തിൽ നിന്ന് ദൈവം യേശുവിനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങളും രക്ഷിക്കപ്പെടും. അതെ, ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ടു. വിശ്വസിക്കുന്നു എന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടു. വിശുദ്ധ തിരുവെഴുത്തു പറയുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരില്ല. യഹൂദനും അല്ലാത്തവനും തമ്മിൽ അന്തരമില്ലാത്തതുകൊണ്ടാണ് ഒരുവനും എന്ന് തിരുവെഴുത്ത് പറയുന്നത്. അതേ കർത്താവ് തന്നെയാണ് ഏവരുടെയും കർത്താവ്. തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കർത്താവ് ഏറെ സമൃദ്ധികൾ ചൊരിയുന്നു. അതെ, വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്നു: കർത്താവിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തവനെ എങ്ങനെ ആശ്രയിക്കും? പറഞ്ഞ് അറിഞ്ഞിട്ട് പോലുമില്ലാത്ത ഒരുവനിൽ എങ്ങനെ വിശ്വാസമർപ്പിക്കും? ആരെങ്കിലും ഉദ്ബോധിപ്പിക്കുന്നില്ലെങ്കിൽ അവർ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ അവർക്കെങ്ങനെ പ്രഖ്യാപനം നടത്താൻ കഴിയും? സുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. എന്നാൽ എല്ലാ യഹൂദരും ആ സുവിശേഷം സ്വീകരിച്ചില്ല. യെശയ്യാവ് പറഞ്ഞു: കർത്താവേ, ഞങ്ങൾ പറഞ്ഞത് ആര് വിശ്വസിച്ചു? അതിനാൽ സുവിശേഷം കേൾക്കുന്നത് വഴിയാണ് വിശ്വാസമുണ്ടാകുന്നത്. ആരെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴാണ്
സുവിശേഷം കേൾക്കാൻ ഇടയാകുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അവർ സുവിശേഷം കേട്ടില്ലേ? ഉവ്വ്, തീർച്ചയായും കേട്ടു. തിരുവെഴുത്തുകളിൽ പറയും പോലെ അവരുടെ സ്വരം ഭൂമിയിലെങ്ങും എത്തിയിട്ടുണ്ട്. അവരുടെ വചനങ്ങൾ ഭൂമിയുടെ അതിർത്തിയോളം സഞ്ചരിച്ചു. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേലിലുള്ളവർക്ക് അത് മനസ്സിലായില്ലേ? ഉവ്വ്, അവർക്ക് മനസ്സിലായി. ഒന്നാമത്, ദൈവത്തിനു വേണ്ടി മോശെ ഇത് പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങളെ അസൂയാലുക്കളാക്കാൻ ഞാൻ ഒരു ജനതയല്ലാത്തവരെ ഉപയോഗിക്കും. നിങ്ങളെ കോപിതരാക്കാൻ മൂഢരായ ജനതയെ ഞാൻ ഉപയോഗിക്കും. ദൈവത്തിനു വേണ്ടി ഇത് പറയാൻ തക്ക ധീരനാണ് യെശയ്യാവ്. എന്നെ അന്വേഷിക്കാത്തവരെന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്കു ഞാൻ സ്വയം വെളിപ്പെടുത്തി. ജാതികളെ പറ്റിയാണ് ദൈവം യെശയ്യാവിലൂടെ ഇങ്ങനെ പറഞ്ഞത്. യഹൂദരെ പറ്റി അദ്ദേഹം പറഞ്ഞു, ദിവസം മുഴുവൻ അവർക്കായി ഞാൻ കാത്തിരുന്നു, എന്നാൽ എന്നെ അനുസരിക്കാനും പിന്തുടരാനും അവർ വിസമ്മതിച്ചു. റോമർ അധ്യായം 11. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ചെന്നോ? ഇല്ല. ഞാൻ തന്നെ ഒരു ഇസ്രായേൽക്കാരനാണ്. ഞാൻ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനും ബെന്യാമീന്റെ ഗോത്രത്തിൽപ്പെട്ടവനുമാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽക്കാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അവരെ ദൈവം കൈവിടിഞ്ഞില്ല. തിരുവെഴുത്തുകളിൽ ഏലിയാവിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തീർച്ചയായും അറിയാം. അയാൾ ഇസ്രായേൽക്കാർക്കെതിരായി ദൈവത്തോട് പ്രാർത്ഥിച്ചതിനെക്കുറിച്ചാണ് തിരുവെഴുത്തുകളിൽ പറയുന്നത്. ഏലിയാവ് പറഞ്ഞു, കർത്താവേ, ജനം നിന്റെ പ്രവാചകരെ വധിക്കുകയും നിന്റെ യാഗപീഠങ്ങൾ തകർക്കുകയും ചെയ്തു. ജീവിച്ചിരിക്കുന്ന ഏക പ്രവാചകനായ എന്നെയും ഇപ്പോൾ അവർ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ എന്തു മറുപടിയാണ് ദൈവം ഏലിയാവിന് നൽകിയത്? ദൈവം പറഞ്ഞു, എന്നെ ആരാധിക്കുന്ന 7000 പേരെ ഞാൻ ഇപ്പോഴും എനിക്കായി കാത്തിട്ടുണ്ട്. ഈ 7000 പേരും ബാലിനു മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല. ഇക്കാലത്തും അങ്ങനെ തന്നെ ദൈവം തന്റെ കൃപയാൽ തിരഞ്ഞെടുത്ത കുറച്ചു പേരുണ്ട്. ദൈവം തന്റെ ജനത്തെ തിരഞ്ഞെടുക്കുന്നത് തന്റെ കൃപ കൊണ്ടാണെങ്കിൽ അവരുടെ പ്രവൃത്തികളല്ല അവരെ ദൈവത്തിന്റെ ജനമാക്കിയത്. സ്വന്തം പ്രവൃത്തികൾ അവരെ ദൈവമക്കളാക്കുമെങ്കിൽ ദൈവത്തിന്റെ കൃപാദാനം യഥാർത്ഥ ദാനമാകയില്ല. അതുകൊണ്ട് സംഭവിച്ചതിതാണ്. ഇസ്രായേലിലെ ജനങ്ങൾ ദൈവസമക്ഷം നീതീകരിക്കപ്പെടുവാൻ ശ്രമിച്ചു, പക്ഷെ വിജയിച്ചില്ല. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവർ അവന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടുകയും ചെയ്തു. മറ്റുള്ളവർ കഠിനഹൃദയരാകുകയും ദൈവത്തിൽ ശ്രദ്ധിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം അവർക്ക് ഗാഠനിദ്ര കൊടുത്തു, കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും നൽകി. ദാവീദ് പറയുന്നു, അവരുടെ സദ്യകൾ ഒരു കുരുക്കും കെണിയും ആകട്ടെ. അവരുടെ വീഴ്ചയാൽ ശിക്ഷ അനുഭവിക്കട്ടെ. അവരുടെ കണ്ണുകൾ കാഴ്ചയില്ലാതിരിക്കത്തക്ക വിധം അന്ധമാകുകയും പ്രശ്നഭാരം നിമിത്തം അവരുടെ നടുവ് എന്നേക്കുമായി വളഞ്ഞു പോകുകയും ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, യഹൂദർ വീണപ്പോൾ ആ വീഴ്ച അവരെ നശിപ്പിച്ചുവോ? ഇല്ല. പക്ഷെ അവരുടെ തെറ്റ് ജാതികൾക്ക് രക്ഷ കൊണ്ടുവന്നു. യഹൂദരെ അസൂയാലുക്കളാക്കുവാനാണ് ഇത് സംഭവിച്ചത്. യഹൂദരുടെ തെറ്റ് വിലയേറിയ അനുഗ്രഹങ്ങളെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. യഹൂദർക്ക് നഷ്ടപ്പെട്ടതെന്തോ അത് ജാതികൾക്ക് മൂല്യവത്തായ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു. യഹൂദർ വേണ്ടുവോളം ദൈവം കാക്ഷിക്കുന്ന രീതിയിലാക്കുമ്പോൾ ഏറെ മൂല്യമുള്ള അനുഗ്രഹങ്ങൾ ലോകത്തിന് തീർച്ചയായും കിട്ടും. ഞാനിപ്പോൾ ജാതികളായ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഞാൻ ജാതികളുടെ അപ്പോസ്തലനാണ്. അതിനാൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത് ഞാൻ ചെയ്യും. എന്റെ സ്വന്തം ജനമായ യഹൂദരെ തന്നെയും അസൂയാലുക്കളാക്കാമെന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെയെങ്കിലും കുറച്ചുപേരെ രക്ഷിക്കാൻ എനിക്കാവുമെന്ന് കരുതുന്നു. ദൈവത്തിന്റെ യഹൂദ തിരസ്കരണം ലോകത്തിന് ദൈവത്തോടുള്ള നിരപ്പാണ് അർത്ഥമാക്കുന്നതെങ്കിൽ യഹൂദ സ്വീകരണം മരണത്തിൽ നിന്നുള്ള ജീവനെയല്ലാതെ മറ്റെന്താണ് അർത്ഥമാക്കുക? നിങ്ങളുടെ അപ്പത്തിന്റെ ആദ്യ ഭാഗം ദൈവത്തിനുള്ള വിശുദ്ധമായ അർച്ചന ആണെങ്കിൽ
അപ്പത്തിന്റെ ബാക്കി ഭാഗവും വിശുദ്ധം തന്നെ. ഒരു മരത്തിന്റെ വേരുകൾ വിശുദ്ധമെങ്കിൽ അതിന്റെ ചില്ലകളും വിശുദ്ധം തന്നെ. ഒടിഞ്ഞുപോയ ചില ഒലിവ് മരക്കൊമ്പുകളുടെ സ്ഥാനത്ത് കാട്ടൊലിവിൻ കൊമ്പായ നിന്നെ ഒട്ടിച്ചു ചേർത്തതുകൊണ്ട് തായ്തടിയുടെ ഉറപ്പും ജീവനും നീ പങ്കുപറ്റുന്നു. അങ്ങനെയെങ്കിൽ ഒടിഞ്ഞുപോയ ശാഖകളുമായി നിങ്ങളെ തന്നെ താരതമ്യം ചെയ്ത് പ്രശംസിക്കുവാൻ പാടില്ല. പക്ഷെ പ്രശംസിക്കുന്നുവെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക, നീ തായ്വേരിനെയല്ല, തായ്വേർ നിന്നെയാണ് പോഷിപ്പിക്കുന്നത്. എനിക്ക് അവരുടെ മരത്തോട് ചേർന്നിരിക്കത്തക്ക വിധത്തിൽ കൊമ്പുകൾ ഒടിഞ്ഞുപോയി എന്ന് നിങ്ങൾ പറയും. അത് ശരിയാണ്. പക്ഷേ അവിശ്വാസ നിമിത്തമാണ് ആ ശാഖകൾ ഒടിഞ്ഞുപോയത്. നിങ്ങളുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ് വൃക്ഷത്തിന്റെ ഭാഗമായി നിങ്ങൾ ഇപ്പോഴും തുടരുന്നത്. അഹങ്കരിക്കരുത്, പക്ഷേ പേടിക്കുക. ആ മരത്തിന്റെ സ്വാഭാവിക ശാഖകളെ നിലനിൽക്കാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളെയും നിലനിൽക്കാൻ അനുവദിക്കില്ലെന്ന് ഓർക്കുക. ദൈവം ദയാലുവും എന്നാൽ കർക്കശനാകുന്നവനുമാണെന്ന് നിങ്ങൾ കാണുന്നു. തന്നെ പിന്തുടരുന്നത് നിർത്തിയ ജനത്തെ അവൻ ശിക്ഷിക്കും. എന്നാൽ അവന്റെ കാരുണ്യത്തിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ ദൈവം നിങ്ങളോട് ദയാലുവാകും. നിങ്ങൾ അവനെ പിന്തുടരുന്നില്ലെങ്കിൽ നിങ്ങളെയും വൃക്ഷത്തിൽ നിന്ന് മുറിച്ചു നീക്കും. യഹൂദർ ദൈവത്തിൽ വീണ്ടും വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം യഹൂദരെ തിരികെ സ്വീകരിക്കും. നേരത്തെ ആയിരുന്നിടത്ത് അവരെ തിരികെ വയ്ക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഒരു കാട്ടുകൊമ്പ് നല്ല വൃക്ഷത്തിന്റെ ഭാഗമായി തീരുക അസ്വാഭാവികമാണ്. പക്ഷേ ജാതികളായ നിങ്ങൾ കാട്ടൊലിവ് മരത്തിൽ നിന്നും മുറിച്ച ശാഖ പോലെയാണ്. അതുകൊണ്ട് തീർച്ചയായും ആ ശാഖകളെ അതിൻ്റെതായ മരത്തിൽ വീണ്ടും ഒട്ടിച്ചു ചേർക്കാം. സഹോദരങ്ങളെ, ഈ രഹസ്യ സത്യം നിങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാൻ പാടില്ലെന്ന് മനസ്സിലാക്കുവാൻ ഈ സത്യം നിങ്ങളെ സഹായിക്കും. സത്യം ഇതാണ്: ജാതികൾ വേണ്ടുവോളം ദൈവത്തിൽ വരും വരെ ഇസ്രായേലിലൊരു വിഭാഗത്തെ കടുംപിടുത്തക്കാരാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് എല്ലാ ഇസ്രായേലിയർക്കും രക്ഷ കിട്ടുന്നത്. തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു, സിയോനിൽ നിന്നു രക്ഷകൻ വരും, യാക്കോബിന്റെ കുടുംബത്തിൽ നിന്നും എല്ലാ ദുഷ്ടതയെയും അവൻ മാറ്റിക്കളയും. ഞാൻ അവരുടെ പാപങ്ങൾ നീക്കുമ്പോൾ ഈ നിയമം അവരുമായി ഞാൻ ചെയ്യും. യഹൂദർ സുവിശേഷം സ്വീകരിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് അവർ ദൈവത്തിന്റെ ശത്രുക്കളാണ്. ജാതികളെ, നിങ്ങളെ സഹായിക്കുവാനായിട്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഇപ്പോഴും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് യഹൂദർ. അതുകൊണ്ട് ദൈവം അവരെ ഏറെ സ്നേഹിക്കുന്നു. അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത വാഗ്ദാന നിമിത്തമാണ് ദൈവം അവരെ സ്നേഹിക്കുന്നത്. അവൻ തിരഞ്ഞെടുത്ത ജനത്തെപ്പറ്റിയും അവർക്ക് നൽകിയതിനെക്കുറിച്ചും തന്റെ മനസ്സിൽ ദൈവം ഒരിക്കലും ഇളക്കം വരുത്തിയില്ല. ആളുകളെ ക്ഷണിക്കുന്നതിൽ നിന്നും ദൈവം ഒരിക്കലും പിന്തിരിഞ്ഞില്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ വിസമ്മതിച്ചു. പക്ഷേ യഹൂദർ അനുസരിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കും കരുണ ലഭിച്ചു. ദൈവം നിങ്ങളോട് കരുണ കാണിച്ചതുകൊണ്ട് ഇപ്പോൾ യഹൂദർ അനുസരിക്കാൻ വിസമ്മതിക്കുന്നു. അവർക്കും കരുണ കിട്ടാനാണ് ഇത് സംഭവിച്ചത്. ദൈവത്തെ അനുസരിക്കാൻ എല്ലാവരും വിസമ്മതിച്ചു. തന്നെ അനുസരിക്കാത്തവരെയെല്ലാം ദൈവം ഒന്നിച്ചാക്കിയതുകൊണ്ട് ദൈവത്തിന് എല്ലാവരോടും കരുണ കാണിക്കാം. ദൈവത്തിന്റെ ബുദ്ധിയുടെയും മാഹാത്മ്യത്തിന്റെയും അറിവിന്റെയും ആഴം എത്രയാണ്! അവന്റെ വിധിന്യായങ്ങൾ എത്ര അപരിശോധിതം! അവന്റെ വഴികൾ എത്ര ദുർഗ്രാഹ്യം! തിരുവെഴുത്ത് പറയുന്നത് പോലെ, കർത്താവിന്റെ മനസ്സാരറിഞ്ഞു? ദൈവത്തിന് ഉപദേശം നൽകാൻ കഴിവുള്ളവൻ ആരാണ്? എന്നെങ്കിലും എന്തെങ്കിലും ദൈവത്തിനു നൽകിയതായി ആരുണ്ട്? യാതൊരുവനോടും ദൈവത്തിനു കടപ്പാടില്ല. അതെ, ദൈവം എല്ലാം സൃഷ്ടിച്ചു. ദൈവത്തിനായി എല്ലാം ദൈവത്തിലൂടെ തുടരുന്നു. എന്നേക്കും ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. റോമർ അധ്യായം 12. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തെങ്കിലും ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മോട് വലിയ കരുണ കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ജീവിക്കുന്ന യാഗമായി ദൈവത്തിന് അർപ്പിക്കൂ. നിങ്ങളുടെ അർപ്പണം ദൈവത്തിന് മാത്രമുള്ളതും
അവനെ പ്രീതിപ്പെടുത്തുന്നതുമാകട്ടെ. നിങ്ങളുടെ ഈ സമർപ്പണമാണ് ദൈവത്തെ ആരാധിക്കുവാനുള്ള ആധ്യാത്മിക വഴി. ഇനി അങ്ങോട്ട് ഈ ലോകത്തിലെ ജനതയുടെ വഴി അവലംബിക്കാതിരിക്കുക. പക്ഷേ ഒരു പുതിയ ചിന്താമാർഗത്തിലൂടെ ഉള്ളിൽ സ്വയം മാറുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലതും ദൈവത്തിന് ഹിതകരവും പൂർണ്ണവും ആയ കാര്യങ്ങൾ തെളിയിക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കും. ദൈവം എനിക്കൊരു പ്രത്യേക വരം തന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ ഓരോരുത്തരോടും എനിക്ക് എന്തെങ്കിലും പറയുവാനുണ്ടായത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആയിരിക്കുന്നതിനേക്കാൾ മെച്ചമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവം നിങ്ങൾക്ക് തന്ന വിശ്വാസത്തിന്റെ തരത്തിൽ നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുക. നമുക്കോരോരുത്തർക്കും ഒരു ശരീരവും അതിന് പല ഭാഗങ്ങളുമുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം ഒരേ പ്രവൃത്തിയല്ല ചെയ്യുന്നത്. അതുപോലെ നമ്മളെല്ലാം പലരെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. ആ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് നാം ഓരോരുത്തരും. ശരീരത്തിന്റെ ഒരു ഭാഗം മറ്റെല്ലാ ഭാഗങ്ങൾക്കും കൂടി ഉള്ളതാണ്. നമുക്കെല്ലാം വിവിധങ്ങളായ ദാനങ്ങളുണ്ട്. ദൈവത്തിന് നമ്മോടുള്ള കരുണയനുസരിച്ച് ഓരോ ദാനവും നമുക്ക് കിട്ടി. ഒരുവന് പ്രവചനവരം കിട്ടിയെങ്കിൽ അത് അവനുള്ള വിശ്വാസം കൊണ്ട് ഉപയോഗിക്കണം. സേവനത്തിനുള്ള വരമാണ് ഒരുവന് കിട്ടിയതെങ്കിൽ അവൻ സേവനമർപ്പിക്കണം. ഉപദേശിക്കാനുള്ള വരമാണ് അതെങ്കിൽ അപ്പോൾ അവൻ ഉപദേശിക്കണം. സമാശ്വസിപ്പിക്കാനുള്ള വരമാണെങ്കിൽ അവൻ ആശ്വസിപ്പിക്കണം. കൊടുക്കുവാനുള്ള വരമാണെങ്കിൽ ഔദാര്യമായി കൊടുക്കണം. നേതൃത്വം നൽകാനുള്ള വരമാണെങ്കിൽ ഉത്സാഹത്തോടെ ചെയ്യണം. കരുണ ചെയ്യാനുള്ള വരമാണെങ്കിൽ സന്തോഷത്തോടെയും വേണം. നിങ്ങളുടെ സ്നേഹം സത്യമാകണം. ദുഷ്ടമായതിനെ വെറുക്കണം. നല്ലത് മാത്രമേ ചെയ്യാവൂ. സഹോദരീ സഹോദരന്മാരെന്ന് അനുഭവവേദ്യമാകുന്ന തരത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്ക് ലഭിക്കണമെന്ന് കരുതുന്നതിലേറെ ബഹുമാനം നിങ്ങളുടെ സഹോദരീ സഹോദരന്മാർക്ക് നിങ്ങൾ കൊടുക്കണം. കർത്താവിനായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ മടി കാണിക്കരുത്. അവനെ ശുശ്രൂഷിക്കുമ്പോൾ ആത്മീയ ഹർഷത്തിൽ നിങ്ങൾ മുഴുകുക. നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളതുകൊണ്ട് നിങ്ങൾ സന്തോഷമുള്ളവരാകുക. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമചിത്തത കാക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുക. സഹായം ആവശ്യമുള്ള ദൈവജനത്തിനായി പങ്കുവയ്ക്കുക. സഹായം ആവശ്യമുള്ളവർക്കായി തിരയുകയും അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതവും ചെയ്യുക. നിങ്ങളോട് ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നവരോട് നല്ല കാര്യങ്ങളെ പറയാവൂ. അവരോട് സൽക്കാര്യങ്ങൾ പറയുക, അല്ലാതെ ശപിക്കരുത്. അന്യർ സന്തോഷിക്കുമ്പോൾ നിങ്ങളും അവരോടൊപ്പം സന്തോഷിക്കണം. അന്യർ ദുഃഖിക്കുമ്പോൾ അവരോടുകൂടി ദുഃഖിക്കുക. പരസ്പരം സമാധാനത്തിൽ ജീവിക്കുക. അഹങ്കരിക്കരുത്. അന്യർ പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾക്ക് സുഹൃത്താകുവാൻ സന്നദ്ധനാകുക. ദുരഭിമാനിയാകരുത്. ഒരുവൻ നിന്നോട് തെറ്റ് ചെയ്താൽ അവനോട് തെറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചടിക്കരുത്. നല്ലതും മൂല്യമുള്ളതുമെന്ന് എല്ലാവരും കരുതുന്ന കാര്യങ്ങൾ ചെയ്യാൻ എല്ലായ്പ്പോഴും ശ്രമിക്കുക. എല്ലാവരുമായി സമാധാനത്തിൽ ജീവിക്കുവാൻ നിങ്ങളുടെ ഭാഗത്തുനിന്നും കഴിയാവുന്നതെല്ലാം ചെയ്യുക. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുവാൻ തുനിയരുത്. ദൈവം തന്റെ കോപം കൊണ്ട് അവരെ ശിക്ഷിക്കുന്നതിനായി കാത്തിരിക്കുക. ഞാനാണ് ശിക്ഷിക്കുന്നവൻ, ഞാൻ ജനങ്ങൾക്കു തിരിച്ചടി നൽകും എന്ന് കർത്താവ് പറഞ്ഞതായി എഴുതിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇത് ചെയ്യണം. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് ആഹാരം കൊടുക്കുകയും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാൻ കൊടുക്കുകയും വേണം. ഇപ്രകാരം അവനെ നിങ്ങൾ ലജ്ജിതനാക്കണം. നിങ്ങളെ കീഴടക്കുവാൻ ദുഷ്ടതയെ അനുവദിക്കരുത്. നിങ്ങൾ സത്പ്രവൃത്തികൾ ചെയ്ത് ദുഷ്ടതയെ കീഴടക്കണം. റോമർ അധ്യായം 13. എല്ലാവരും അധികാരത്തിലുള്ള സർക്കാരിനെ അനുസരിക്കണം. ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും അതിനുള്ള ശക്തി കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്. ഇപ്പോൾ ഭരിക്കുന്നവർക്കും ദൈവമാണ് ആ അധികാരം നൽകിയത്. അതിനാൽ അധികാരികൾക്ക് എതിരായുള്ളവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആജ്ഞകൾക്കാണ് എതിർ. അധികാരികൾക്ക് എതിരായിട്ടുള്ളവൻ അവനെ തന്നെ ശിക്ഷയ്ക്ക് ഒരുക്കുന്നു. ശരി ചെയ്യുന്നവർക്ക് അധികാരികളെ ഭയപ്പെടേണ്ടതില്ല. പക്ഷെ തെറ്റ് ചെയ്യുന്നവൻ അധികാരികളെ പേടിക്കണം. അധികാരികളെ പേടിക്കുന്നതിൽ നിന്നും മോചിതരാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ശരി ചെയ്യണം. നിങ്ങൾ ശരി ചെയ്യുകയാണെങ്കിൽ അധികാരികൾ നിങ്ങളെ പ്രശംസിക്കും. നിങ്ങളെ സഹായിക്കുന്നതിനുള്ള ദൈവത്തിന്റെ ഒരു ദാസനാണ് ഭരണകർത്താവ്. പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ പേടിക്കണം.
ഭരണാധികാരികൾക്ക് ശിക്ഷ നൽകാൻ ശക്തിയുണ്ട്. അവനത് ഉപയോഗിക്കുകയും ചെയ്യും. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ ദാസനാണ് അവൻ. അതുകൊണ്ട് നിങ്ങൾ ഭരണകൂടത്തോട് അനുസരണം ഉള്ളവരായിരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്നതുകൊണ്ട് നിങ്ങൾ അനുസരിക്കണം. ചെയ്യുവാനുള്ള ശരിയായ കാര്യം അതാണെന്നത് അനുസരണത്തിനുള്ള മറ്റൊരു കാരണവുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നികുതി അടയ്ക്കേണ്ടത്. ആ അധികാരികൾ ദൈവത്തിനായി പ്രവർത്തിക്കുന്നവരും അവരുടെ മുഴുവൻ സമയവും ഭരണത്തിനായി വിനിയോഗിക്കുന്നവരുമാണ്. ആർക്കെങ്കിലും നിങ്ങൾ കടപ്പെട്ടതെന്തും മടക്കിക്കൊടുക്കണം. ഏതെങ്കിലും തരം നികുതി നീ കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കണം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. ആദരിക്കേണ്ടവരെ ആദരിക്കണം. അന്യരോട് കടമുള്ളവരായിരിക്കരുത്. എന്നാൽ പരസ്പര സ്നേഹത്തിൽ നിങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കണം. അന്യരെ സ്നേഹിക്കുന്നവൻ എല്ലാ ന്യായപ്രമാണവും അനുസരിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നീ വ്യഭിചാരം ചെയ്യരുതെന്നും കൊല്ലരുതെന്നും മോഷ്ടിക്കരുതെന്നും അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുതെന്നും ന്യായപ്രമാണത്തിൽ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഈ കൽപ്പനകളും ഇതര എല്ലാ കൽപ്പനകളും ഈ ഒരു കൽപ്പനയിൽ സംഗ്രഹിച്ചിരിക്കുന്നു: നിന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. സ്നേഹം പീഡയ്ക്ക് കാരണമാകയില്ല. അതുകൊണ്ട് സ്നേഹിക്കുക എന്നത് മുഴുവൻ ന്യായപ്രമാണവും അനുസരിക്കുക എന്നതിന് സമമാണ്. ഒരു പ്രധാന കാലത്താണ് നാം ജീവിക്കുന്നത് എന്നതിനാലാണ് ഞാൻ ഇത് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതെ, ഇപ്പോഴാണ് നിങ്ങളുടെ ഉറക്കത്തിൽ നിന്നും ഉണരുവാനുള്ള നിങ്ങളുടെ സമയം. നാം ആദ്യം വിശ്വസിച്ചിരുന്ന കാലത്തിനേക്കാളും അടുത്താണ് നമ്മുടെ രക്ഷ ഇപ്പോൾ. രാത്രി മിക്കവാറും തീർന്നു കഴിഞ്ഞു. പകൽ ഏകദേശം ഇവിടെ എത്തി. അതുകൊണ്ട് രാത്രിക്ക് ചേർന്ന പ്രവൃത്തികൾ നാം നിർത്തണം. വെളിച്ചത്തിന് ചേർന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിനായി നാം നമ്മെ തന്നെ ഒരുക്കണം. പകലിന്റെ മക്കളെ പോലെ നേരായ പാതയിൽ നമുക്കും ജീവിക്കാം. കാടവും മലിമസവുമായ സദ്യകൾ നമുക്ക് വേണ്ട. നാം മദ്യപിക്കരുത്. ലൈംഗിക പാപങ്ങൾ അഥവാ ശരീരം കൊണ്ടുള്ള ഏതു വിധത്തിലുള്ള പാപവും നാം ചെയ്യരുത്. നമുക്ക് ശണ്ഠയോ അസൂയയോ ഉണ്ടാകരുത്. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വയം ധരിക്കുക. നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചീത്ത കാര്യങ്ങളെക്കുറിച്ചോ തിന്മ നിറഞ്ഞ നിങ്ങളുടെ സ്വയത്തെ തൃപ്തിപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചോ ചിന്തിക്കരുത്. റോമർ അധ്യായം 14. വിശ്വാസത്തിൽ ശോഷിച്ച ഒരുവനെ നിങ്ങളുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കാൻ വിസമ്മതിക്കരുത്. അവന്റെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അവനുമായി തർക്കിക്കരുത്. തനിക്കിഷ്ടമുള്ള ഏതു ഭക്ഷണവും കഴിക്കാമെന്ന് ഒരുവൻ കരുതുന്നു. പക്ഷേ ദുർബലമായ വിശ്വാസമുള്ളവൻ സസ്യാഹാരമേ കഴിക്കൂ. തനിക്ക് എല്ലാത്തരം ഭക്ഷണവും കഴിക്കാനാകുമെന്ന് അറിയുന്നവന് സസ്യാഹാരം മാത്രം കഴിക്കുന്നവനേക്കാൾ താൻ മെച്ചമാണെന്ന് തോന്നരുത്. സസ്യാഹാരം മാത്രം കഴിക്കുന്നവൻ എല്ലാം ഭക്ഷിക്കുന്നവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തീരുമാനിക്കരുത്. ദൈവം അവനെ സ്വീകരിച്ചിരിക്കുന്നു. മറ്റൊരാളുടെ ദാസനെ നീ വിധിക്കരുത്. ദാസൻ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് അവന്റെ ഉടമ തന്നെ തീരുമാനിച്ചുകൊള്ളും. ദൈവത്തിന് തന്റെ ദാസനെ നീതിയുള്ളവനാക്കാമെന്നതുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ നീതിയുള്ളവനാണ്. ഒരുവന് ഒരു ദിനം മറ്റൊരു ദിവസത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്ന് കരുതിയേക്കാം. മറ്റൊരു വ്യക്തി ദിവസങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമാണെന്നും കരുതിയേക്കാം. ഓരോ വ്യക്തിക്കും അവന്റെ വിശ്വാസത്തെക്കുറിച്ച് തന്റെ തന്നെ മനസ്സിൽ ഉറപ്പുണ്ടായിരിക്കണം. ഒരു ദിവസം മറ്റൊരു ദിവസത്തെക്കാൾ പ്രാധാന്യമുള്ളതെന്ന് കരുതുന്നവൻ അത് കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എല്ലാത്തരം ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയും അത് കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതെ, ആ ഭക്ഷണം കിട്ടിയതിനെക്കുറിച്ച് അവൻ കർത്താവിന് നന്ദി പറയുന്നു. ചില ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നവനും അത് കർത്താവിനായിട്ടാണ് ചെയ്യുന്നത്. അവനും കർത്താവിന് നന്ദി പറയുന്നു. അതെ, നമ്മളെല്ലാവരും കർത്താവിനായാണ് ജീവിക്കുന്നത്. നാം നമുക്ക് വേണ്ടി മരിക്കുകയോ ജീവിക്കുകയോ ചെയ്യാറില്ല. നമ്മൾ ജീവിക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടിയാണ്. നാം മരിക്കുകയാണെങ്കിൽ അതും കർത്താവിനായിട്ടാണ്. അതുകൊണ്ട് മരണത്തിലും ജീവനിലും നാം കർത്താവിനുള്ളവരാണ്. അതിനാലൊക്കെയാണ് ക്രിസ്തു മരിച്ചതും മരണത്തിൽ നിന്ന് ഉയർത്ത് വീണ്ടും ജീവിച്ചതും. മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കർത്താവാകുവാനാണ് ക്രിസ്തു ഇത് ചെയ്തത്. അതുകൊണ്ട് നീ എന്തുകൊണ്ട് നിന്റെ സഹോദരനെ വിധിക്കണം?
അഥവാ നിന്റെ സഹോദരനേക്കാൾ മെച്ചമാണ് നീ എന്ന് എന്തിന് കരുതുന്നു? നാം എല്ലാവരും ദൈവമുമ്പാകെ നിൽക്കുകയും അവൻ എല്ലാവരെയും വിധിക്കുകയും ചെയ്യും. അതെ, തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു, എന്റെ മുന്നിൽ എല്ലാവരും മുട്ടുമടക്കും, ഞാൻ ദൈവമാണെന്ന് എല്ലാവരും പറയും. ഈ കാര്യമെല്ലാം സംഭവിക്കുമെന്നത് ഞാൻ ജീവിക്കുന്നത് പോലെ തീർച്ചയുള്ള കാര്യമാണെന്ന് കർത്താവ് പറയുന്നു. അതിനാൽ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തോട് നാം തന്നെ വിശദീകരിക്കേണ്ടി വരും. അതിനാൽ പരസ്പരം വിധിക്കുന്നത് നാം നിർത്തണം. നിന്റെ സഹോദരങ്ങളെ ബലഹീനമാക്കുന്നതോ പാപത്തിലേക്ക് പതിപ്പിക്കുന്നതോ ആയ യാതൊരു കാര്യവും ചെയ്യാതിരിക്കാനായി നീ തീരുമാനിക്കണം. ഞാൻ കർത്താവായ ക്രിസ്തുവിലാണ്. ഭക്ഷിക്കുവാൻ പാടില്ലാത്തതായ യാതൊരു ഭക്ഷണവും ഇല്ല എന്ന് എനിക്കറിയാം. ആരെങ്കിലും ചിലത് അശുദ്ധമാണെന്ന് കരുതുകയാണെങ്കിൽ അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത് അശുദ്ധമാണ്. നീ ഭക്ഷിക്കുന്ന ഏതെങ്കിലും ഭക്ഷണം നിന്റെ സഹോദരന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുവെങ്കിൽ നീ പിന്തുടരുന്നത് സ്നേഹത്തിന്റെ പാതയല്ല. ഒരാൾക്ക് തെറ്റെന്ന് തോന്നുന്ന എന്തെങ്കിലും ഭക്ഷിച്ചുകൊണ്ട് നീ അവന്റെ വിശ്വാസത്തെ നശിപ്പിക്കരുത്. ക്രിസ്തു അവനു വേണ്ടി കൂടിയാണ് മരിച്ചത്. നിങ്ങൾ നല്ലതെന്ന് കരുതുന്ന ഒന്ന് അപകീർത്തിയിലേക്ക് വീഴാൻ നീ ഇടവരുത്തരുത്. ദൈവരാജ്യത്തിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അല്ല പ്രധാനം, പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും സന്തോഷവുമാണ്. ഇത്തരത്തിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന് സേവനം ചെയ്യുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൻ എല്ലാവർക്കും സ്വീകാര്യനുമായിരിക്കും. അതിനാൽ സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ എന്തെല്ലാം കാര്യത്തിൽ ഏർപ്പെടാമോ അതിന് കഠിനമായി നമുക്ക് ശ്രമിക്കാം. അന്യോന്യം സഹായമാകുന്ന കാര്യങ്ങൾ ചെയ്യുവാനായി നമുക്ക് ശ്രമിക്കാം. ഭക്ഷണത്തിനു വേണ്ടി ദൈവപ്രവർത്തനത്തെ നശിപ്പിക്കരുത്. ഏത് ഭക്ഷണവസ്തുവും ഭക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഒരാളുടെ ഭക്ഷണം മറ്റൊരാൾക്ക് പതനം വരുത്തുന്നുവെങ്കിൽ അവൻ തെറ്റാണ് ചെയ്യുന്നത്. മാംസം ഭക്ഷിക്കുന്നതും വീഞ്ഞു കുടിക്കുന്നതും നിന്റെ സഹോദരങ്ങളെ പാപത്തിൽ വീഴിക്കുന്നുവെങ്കിൽ അത് ഭക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. സഹോദരൻ നിലം തെറ്റി വീഴാൻ വരുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇക്കാര്യങ്ങളിലുള്ള നിന്റെ വിശ്വാസം നിനക്കും ദൈവത്തിനുമിടയിൽ ഒരു രഹസ്യമായി സൂക്ഷിക്കണം. ഒരാൾ ശരിയെന്ന് വിചാരിക്കുന്ന കാര്യം കുറ്റബോധം കൂടാതെ ചെയ്യുവാൻ സാധിക്കുന്നവൻ അനുഗ്രഹീതനാണ്. ഒരാൾക്ക് ശരിയാണെന്ന കാര്യത്തിൽ തീർച്ചയില്ലാത്തത് എന്തെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിൽ അവനോട് തന്നെ തെറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ശരിയാണെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. ഒരാൾ ശരിയാണെന്ന് വിശ്വാസം കൂടാതെ എന്തെങ്കിലും ചെയ്താൽ അത് പാപമാണ്. റോമർ അധ്യായം 15. നാം വിശ്വാസം കൊണ്ട് ബലമുള്ളവരാണ്. അതിനാൽ അബലരെ നാം സഹായിക്കണം. അവരുടെ ബലഹീനതയിൽ നാം അവരെ സഹായിക്കണം. നമ്മളെ തന്നെ പ്രീതിപ്പെടുത്താൻ നാം ശ്രമിക്കരുത്. നാം ഓരോരുത്തരും അന്യരെ സന്തോഷിപ്പിക്കണം. അവരെ സഹായിക്കുവാനായി നാം ഇത് ചെയ്യണം. വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പുള്ളവരാകാൻ നാം അവരെ സഹായിക്കണം. ക്രിസ്തു പോലും അവനെ തന്നെ പ്രീതിപ്പെടുത്താനായി ജീവിച്ചില്ല. നിങ്ങളെ അപമാനിച്ചവർ എന്നെയും കൂടിയാണ് അപമാനിച്ചത് എന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് പോലെയാണത്. പണ്ട് എഴുതിയതെല്ലാം തന്നെ നമ്മെ പഠിപ്പിക്കുവാനായി എഴുതിയതാണ്. നമുക്ക് പ്രത്യാശ ഉണ്ടാകേണ്ട തരത്തിലാണ് അവ എഴുതിയിരിക്കുന്നത്. തിരുവെഴുത്തുകൾ നമുക്ക് നൽകുന്ന സ്ഥിരോത്സാഹത്തിലും ഉറപ്പിന്മേലുമാണ് ആ പ്രതീക്ഷ കൈവരുന്നത്. സഹനശക്തിയും ബലവും ദൈവത്തിൽ നിന്നുമാണ് വരുന്നത്. ക്രിസ്തുവിന്റെ അഭിഷ്ടാനുസരണം എല്ലാവരും പരസ്പരം ഐക്യത്തിൽ ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏകഹൃദയത്തോടെയും ഒരേ സ്വരത്തിലും നിങ്ങൾക്ക് കീർത്തിക്കാം. ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരസ്പരം സ്വീകരിക്കുവിൻ. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ശരിയാണെന്ന് കാണിക്കുവാനായിട്ടാണ് ക്രിസ്തു യഹൂദരുടെ ദാസനായത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. യഹൂദരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തത് ദൈവം ചെയ്യും എന്ന് തെളിയിക്കുവാനാണ് ക്രിസ്തു ഇത് ചെയ്തത്. ജാതികൾ അവർക്ക് കിട്ടിയ കാരുണ്യത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനും കൂടിയാണ് ക്രിസ്തു ഇത് ചെയ്തത്. തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു, അതിനാൽ ജാതികളുടെ ഇടയിൽ വെച്ച് ഞാൻ നിനക്ക് നന്ദി പറയും, നിന്റെ നാമത്തിന്റെ കീർത്തിക്കായി ഞാൻ പാടും. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിന്റെ ജനത്തോടൊപ്പം ജാതികൾ സന്തോഷിക്കണം. ജാതികളായ നിങ്ങൾ ഏവരും ദൈവത്തെ സ്തുതിക്കുവിൻ.
സർവ്വജനവും ദൈവത്തെ സ്തുതിക്കണം എന്നും എഴുതിയിരിക്കുന്നു. യെശയ്യാവ് പറയുന്നു, ഇശായിയുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ വരും, ജാതികളെ ഭരിക്കുവാനായി അവൻ വരും, ജാതികൾക്ക് അവൻ വഴി പ്രതീക്ഷയുണ്ടാകും. നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷ തരുന്ന ദൈവം നിങ്ങളെ ആഹ്ലാദവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രതീക്ഷ കൈവരികയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത് നിങ്ങളിൽ നിന്ന് ഒഴുകുകയും ചെയ്യും. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ നന്മ നിറഞ്ഞവരാണെന്ന് എനിക്ക് തീർച്ചയുണ്ട്. എല്ലാ അറിവിനാലും നിങ്ങൾ സജ്ജരാണെന്നും പരസ്പരം പഠിപ്പിക്കുവാൻ അത് സഹായമാകും എന്നും എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളെപ്പറ്റി വളരെ തുറന്ന് ഞാൻ എഴുതി. ദൈവം എനിക്ക് പ്രത്യേകമായ ഒരു വരം തന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ക്രിസ്തുവിന്റെ ശുശ്രൂഷകൻ ആയിരിക്കുക എന്നതാണ് ആ വരം. ദൈവം എന്നെ ജാതികളെ സഹായിക്കുവാനുള്ള ശുശ്രൂഷകനാക്കി. ദൈവത്തിന്റെ സുവിശേഷം പഠിപ്പിച്ചുകൊണ്ട് ഞാൻ അവന് സേവനം ചെയ്തു. ജാതികൾ ദൈവം സ്വീകരിച്ച ഒരു വഴിപാടാകാമെന്നതുകൊണ്ടും വിശുദ്ധരാക്കപ്പെട്ടതുകൊണ്ടും ഞാൻ ഇത് ചെയ്തു. അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി ക്രിസ്തു യേശുവിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി എനിക്ക് മതിപ്പുണ്ട്. ഞാൻ തനിയെ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഒന്നും സംസാരിക്കില്ല. ദൈവാനുസരണത്തിലേക്ക് ജാതികളെ നയിക്കാൻ ക്രിസ്തു എന്നെക്കൊണ്ട് ചെയ്ത കാര്യങ്ങളെപ്പറ്റിയേ ഞാൻ സംസാരിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ മൂലമാണ് അവർ ദൈവത്തെ അനുസരിച്ചത്. വീര്യപ്രവൃത്തികളുടെ ശക്തിയാലും അവർ കണ്ട വൻ കാര്യങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുമാണ് അവർ ദൈവത്തെ അനുസരിച്ചത്. യെരുശലേം മുതൽ ഇല്ലൂര്യ വരെ ചുറ്റി സഞ്ചരിച്ച് ഞാൻ സുവിശേഷം പ്രഘോഷിച്ചു. അങ്ങനെ എന്റെ വേലയുടെ ആ ഭാഗം ഞാൻ തീർത്തു. ക്രിസ്തുവിനെ പറ്റി ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ജനങ്ങളുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. മറ്റൊരാൾ നേരത്തെ തന്നെ പണിതുയർത്തിയ വേലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പക്ഷേ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു, അവനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടില്ലാത്തവർ അവനെ കാണും, അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ മനസ്സിലാക്കും. അതിനാലാണ് നിങ്ങളുടെ അടുത്തേക്കുള്ള എന്റെ വരവ് പല പ്രാവശ്യം തടയപ്പെട്ടത്. ഇപ്പോൾ ഇവിടങ്ങളിലെ എന്റെ വേല ഞാൻ തീർത്തു. പല വർഷങ്ങളായി നിങ്ങളെ സന്ദർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാൻ സ്പാനിയയിലേക്കും പോകുമ്പോൾ നിങ്ങളെ സന്ദർശിക്കും. അതെ, നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളുടെ സാന്നിധ്യത്തിൽ അല്പകാലം സന്തോഷിക്കുവാനും സ്പാനിയയിലേക്കുള്ള യാത്രയിൽ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്നെ യാത്രക്കിടയിൽ സഹായിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ ജനത്തെ സഹായിക്കുവാനായി യെരുശലേമിലേക്ക് പോകുകയാണ്. യെരുശലേമിലുള്ള ദൈവജനത്തിൽ ചിലർ ദരിദ്രരാണ്. മക്കദോന്യക്കാരും ആഖായിക്കാരും യെരുശലേമിലുള്ള പാവങ്ങളായ ദൈവജനത്തിന് സംഭാവന നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ ഇത് ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. എങ്കിലും യഥാർത്ഥത്തിൽ അവർക്കങ്ങനെ ചെയ്യാനുള്ള ബാധ്യതയുമുണ്ട്. ജാതികൾ യഹൂദരുടെ ആത്മീയ അനുഗ്രഹങ്ങളിൽ പങ്കുപറ്റിയതുകൊണ്ട് യഹൂദരെ ജാതികൾ തങ്ങൾക്കുള്ളത് കൊടുത്ത് സഹായിക്കണം. യെരുശലേമിലെ ദരിദ്രർക്കായി സംഭരിച്ച പണം ഭദ്രമായി അവരെ ഏൽപ്പിച്ചു എന്ന് എനിക്ക് ഉറപ്പുവരണം. ഈ ജോലി തീർത്തതിനു ശേഷം ഞാൻ സ്പാനിയയിലേക്ക് പോകും. സ്പാനിയയിലേക്കുള്ള യാത്രക്കിടയിൽ നിങ്ങളെ കാണുവാനായി ഞാൻ വരും. നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹം മുഴുവനും നിങ്ങൾക്കായി ഞാൻ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. സഹോദരങ്ങളെ, എനിക്കുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വേലയിൽ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ പ്രതിയും പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മിലേക്ക് വന്ന സ്നേഹത്തെ പ്രതിയും എനിക്കുവേണ്ടി എന്നോടൊപ്പം ചേർന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യഹൂദ്യയിലുള്ള അവിശ്വാസികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുചെല്ലുന്ന ഈ സഹായം അവരെ സന്തോഷമുള്ളവരാക്കണമെന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ ദൈവഹിതമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ വരും. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് സന്തോഷപൂർവ്വം വരികയും നിങ്ങളോടൊപ്പം വിശ്രമിക്കുകയും ചെയ്യും. സമാധാനം നൽകുന്ന ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ആമേൻ. റോമർ അധ്യായം 16. നമ്മുടെ സഹോദരി ഫേബയെ വിശ്വസിക്കാമെന്ന് നിങ്ങൾ അറിയണമെന്ന്
ഞാൻ ആഗ്രഹിക്കുന്നു. കെൻക്രയ സഭയിലെ ഒരു പ്രത്യേക സഹായിയാണ് അവൾ. ക്രിസ്തുവിൽ അവളെ സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ദൈവത്തിന്റെ ജനത്തിന് അനുയോജ്യമായ പാതയിലൂടെ അവളെ സ്വീകരിക്കണം. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി നിങ്ങൾ അവളെ സഹായിക്കുക. അവൾ എന്നെയും മറ്റനേകരെയും ഏറെ സഹായിച്ചു. പ്രിസ്കയെയും അക്വിലാവെയും വന്ദന ചെയ്യുക. ക്രിസ്തുയേശുവിൽ അവർ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. എന്റെ ജീവരക്ഷയ്ക്കായി അവർ അവരുടെ തന്നെ ജീവനെ അപകടപ്പെടുത്തി. ഞാനും എല്ലാ ജാതികളുടെ സഭകളും അവരോട് നന്ദിയുള്ളവരാണ്. അവരുടെ വീട്ടിൽ ഒത്തുകൂടുന്ന സഭയ്ക്കും വന്ദനം പറയുവിൻ. എന്റെ പ്രിയ സുഹൃത്തായ എപ്പൈനത്തോസിനും വന്ദനം പറയുവിൻ. എന്നെക്കാൾ മുമ്പിൽ അവർ ക്രിസ്തുവിന്റെ വിശ്വാസികളായി. ആസിയയിൽ നിന്നും ക്രിസ്തുവിനെ അനുഗമിച്ച ആദ്യ ആളാണ് അവൻ. നിങ്ങൾക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്ത മറിയയ്ക്കും വന്ദനം പറയുവിൻ. എന്നോടൊപ്പം തടവിലുണ്ടായിരുന്നവരും എന്റെ ബന്ധുക്കളുമായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം പറയുവിൻ. അപ്പോസ്തലരിൽ പ്രമുഖരാണ് അവർ. ക്രിസ്തുവിൽ എന്റെ പ്രിയ സ്നേഹിതനായ അംപ്ലിയാത്തോസിനും വന്ദനം പറയുവിൻ. ഉർബാനോസിനും വന്ദനം പറയുക. അവൻ ക്രിസ്തുവിന് വേണ്ടിയുള്ള എന്റെ സഹപ്രവർത്തകനാണ്. എന്റെ പ്രിയ സുഹൃത്തായ സ്താക്കുവിനും വന്ദനം പറയുവിൻ. ക്രിസ്തുവിനെ സത്യമായും സ്നേഹിക്കുന്നുവെന്ന് പരീക്ഷിച്ച് തെളിഞ്ഞ അപ്പലേസിനും വന്ദനം പറയുവിൻ. അരിസ്തോബൂലോസിന്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും വന്ദനം പറയുവിൻ. കർത്താവിലായിരിക്കുന്ന നർക്കിസോസിന്റെ കുടുംബത്തിനും എന്റെ ബന്ധുവായ ഹെരോദിയോനും വന്ദനം പറയുവിൻ. കർത്താവിനായി കഠിനവേല ചെയ്യുന്ന ത്രുഫൈനയ്ക്കും ത്രുഫോസയ്ക്കും വന്ദനം പറയുവിൻ. കർത്താവിനായി കഠിന പ്രയത്നം നടത്തിയവളും എന്റെ സുഹൃത്തുമായ പെർസിസിനും വന്ദനം പറയുവിൻ. കർത്താവിനായി ഒരു പ്രത്യേക വ്യക്തിയായ റൂഫോസിനെയും എനിക്ക് അമ്മയെപ്പോലെയായ അവന്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. അസുംക്രിത്തോസിനും പ്ലെഗോനും ഹെർമോസിനും പത്രോബാസിനും ഹെർമാസിനും അവരോടൊപ്പമുള്ള എല്ലാ സഹോദരങ്ങൾക്കും വന്ദനം പറയുവിൻ. ഫിലോലോഗോസിനും യൂലിയയ്ക്കും നെരയൂസിനും അവന്റെ സഹോദരിക്കും ഒലുംബാസിനും അവരോടൊപ്പമുള്ള എല്ലാ വിശ്വാസികൾക്കും വന്ദനം പറയുവിൻ. നിങ്ങൾ പരസ്പരം കാണുമ്പോൾ വിശുദ്ധമായ ഒരു ചുംബനത്താൽ വന്ദനം പറയുവിൻ. ക്രിസ്തുവിലെ എല്ലാ സഭകളും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. സഹോദരങ്ങളെ, ജനങ്ങളിൽ പരസ്പരം എതിർപ്പുണ്ടാക്കുന്ന ആളുകളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. മറ്റൊരുവന്റെ വിശ്വാസത്തിന് ഇളക്കം തട്ടിക്കുന്ന ഒരുവനെ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള സത്യമായ ഉപദേശങ്ങൾക്ക് എതിരായുള്ളവരാണ് അവർ. അവരിൽ നിന്നും അകന്നു നിൽക്കുക. കാരണം അത്തരക്കാർ കർത്താവായ ക്രിസ്തുവിനെയല്ല സഹായിക്കുന്നത്, പിന്നെയോ അവരുടെ വയറിനെയാണ്. മൃദുല ഭാഷണവും പുകഴ്ത്തലും കൊണ്ട് അവർ നിഷ്കളങ്ക മനസ്കരായ ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അനുസരണമുള്ളവരാണെന്ന് എല്ലാ വിശ്വാസികളും കേട്ടതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ നല്ലതിനെപ്പറ്റി നിങ്ങൾ ബുദ്ധിയുള്ളവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദുഷ്കൃത്യങ്ങളൊന്നും നിങ്ങൾ അറിയരുതെന്നുകൂടിയും ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനം കൊണ്ടുവരുന്ന ദൈവം താമസിയാതെ സാത്താനെ പരാജയപ്പെടുത്തുകയും അവന്റെ മേൽ നിങ്ങൾക്ക് ശക്തി നൽകുകയും ചെയ്യും. നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിന്റെ കാരുണ്യം നിങ്ങളോടൊപ്പമുണ്ടാകട്ടെ. എന്റെ സഹപ്രവർത്തകനായ തിമോഥിയോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എന്റെ ബന്ധുക്കളായ ലൂക്യോസും യാസോനും സോസിപത്രോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. പൗലോസ് പറയുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് കത്തെഴുതിക്കൊണ്ടിരിക്കുന്ന തെർത്തോസ് എന്ന ഞാനും ക്രിസ്തുവിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എന്റെയും മുഴുവൻ സഭകളുടെയും ആതിഥേയനായ ഗായോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഇവിടുത്തെ നഗര ഖജാൻജിയായ എരസ്തോസും നമ്മുടെ സഹോദരനായ ക്വർത്തോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാക്കാൻ കഴിയുന്ന ദൈവത്തിന് മഹത്വം. നിങ്ങളെ ശക്തരാക്കുവാനായി ഞാൻ ഉപയോഗിച്ച സുവിശേഷം ദൈവം ഉപയോഗിക്കും. ഞാൻ ജനങ്ങളോട് പറയുന്ന ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷമാണത്. ദൈവം വെളിപ്പെടുത്തിയ രഹസ്യ സത്യം ആ സുവിശേഷമാണ്. കാലത്തിന്റെ തുടക്കം മുതൽ ആ രഹസ്യ സത്യം മറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ആ രഹസ്യ സത്യം ഇപ്പോൾ നമ്മളെ കാണിച്ചിരിക്കുന്നു. ആ സത്യം
എല്ലാവർക്കുമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകന്മാർ എഴുതിയ കാര്യങ്ങളിലൂടെ അത് വെളിവാക്കിയിരിക്കുന്നു. എന്നും ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും ആ രഹസ്യ സത്യം എല്ലാ ജനങ്ങൾക്കും വെളിപ്പെടുത്തണമെന്നാണ് ദൈവം കൽപ്പിച്ചത്. സർവജ്ഞാനിയായ ഏക ദൈവത്തിന് യേശുക്രിസ്തു മുഖേന എന്നേക്കും മഹത്വം. ആമേൻ.